നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോടതിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കുടുംബവും. പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വിമർശനം കടുപ്പിക്കുമ്പോൾ വിധി ഗൗരവമായി പരിശോധിക്കും എന്നാണ് സർക്കാരിന്റെ നിലപാട്. മുഖ്യമന്ത്രി ഇന്നത് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നതും നമ്മൾ കണ്ടു. സുരക്ഷാ വീഴ്ചയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. കീഴടങ്ങിയ ലളിത് ധായുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന സുരക്ഷാ വീഴ്ചയിലെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് ഉത്തരമുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാകുന്നു. ഇന്ന് പുറത്തു വന്ന എല്ലാ വാർത്തകളും വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകളാണ്. തലക്കെട്ടുകളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ, റിപ്പോർട്ടർമാർ തയ്യാറാണ്. ഹെഡ്ലൈൻസിലേക്ക് ആദ്യം. പോലീസിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കുടുംബം. SC/ST നിയമം പ്രകാരമുള്ള വകുപ്പ് പോലീസ് ബോധപൂർവം ഒഴിവാക്കി പ്രതിക്കൊപ്പം നിന്നു. പോലീസുകാർക്ക് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SC ആണെന്നും അവൻ OBC ആണെന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കാതെ വിട്ടുപോയി. അപ്പീലിന് നടപടി സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി. കേസ് അട്ടിമറിച്ചത് CPIM പ്രാദേശിക നേതൃത്വമെന്ന് VD സതീശൻ. VD സതീശൻ ഇന്ന് 6 വയസ്സുകാരിയുടെ വീട് സന്ദർശിക്കും. വീഴ്ച പറ്റിയിട്ടില്ലെന്ന് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥനും ആവർത്തിച്ചു. സുരക്ഷാ വീഴ്ചയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. ഇരുസഭകളും 2 മണിവരെ നിർത്തി. പാസ് നൽകിയ BJP MPയെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം. പാർലമെന്റിന് പുറത്ത് പ്രതിഷേധവുമായി സസ്പെൻഷൻ നേരിട്ട MPമാർ. കീഴടങ്ങിയ ലളിത് ഝായുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം. മൊബൈൽ ഫോൺ നശിപ്പിച്ചെന്ന് ലളിത് ഝായുടെ മൊഴി. കേന്ദ്ര അവഗണനയ്ക്കെതിരായ സംയുക്ത പ്രക്ഷോഭത്തെ ചൊല്ലി പ്രതിപക്ഷത്തിൽ ഭിന്നത. സംയുക്ത സമരത്തിൽ സഹകരിക്കാമെന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് തള്ളി VD സതീശൻ. CPMുമായി ചേർന്ന് സമരത്തിനില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തിരുത്തണമെന്നും മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ അവകാശം കേന്ദ്ര ഗവൺമെൻറ് തരുക തന്നെ വേണം, കിട്ടിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഏത് നീക്കം നടത്താൻ ഞങ്ങൾ ലീഗല്ല, പ്രതിപക്ഷം ഉണ്ടാവും, ഞങ്ങളൊക്കെ UDF ഉണ്ടാവും. PK കുഞ്ഞാലിക്കുട്ടി നിലപാട് വ്യക്തമാക്കിയത് 24 അഭിമുഖത്തിൽ. ചലച്ചിത്ര അക്കാദമിയിലെ തർക്കത്തിൽ ഇടപെട്ട സർക്കാർ. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അക്കാദമിക്ക് പുറത്തു തീർക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിനോട് വിശദീകരണം തേടി. കൃത്യമായ തെളിവുകളും കൃത്യമായ കാര്യങ്ങളുമായിട്ട് അദ്ദേഹത്തെ സമീപിച്ചിട്ട് അതിനെ ചിരിച്ച് തള്ളിയ മന്ത്രിക്ക് കിട്ടിയ ഒരു ശിക്ഷ കൂടാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ. ഈ ഇതിഹാസത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കുറച്ച് പാടുപെടുമെന്നാണ് എൻ്റെ അഭിപ്രായം. രഞ്ജിത്ത് മഹാൻ എന്ന് പറഞ്ഞ മന്ത്രിക്ക് കിട്ടിയ തിരിച്ചടിയെന്ന സംവിധായകൻ വിനയൻ 24നോട്. മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന KP വിശ്വനാഥൻ ഇനി ഓർമ്മ. അന്ത്യം തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ. വിടവാങ്ങിയത് അധികാരത്തിനപ്പുറം കോൺഗ്രസിനെ മുറുകെ പിടിച്ച നേതാവ്. അനുശോചിച്ച് രാഷ്ട്രീയ കേരളം. വയനാട് വാഗേരിയിലെ നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ 6ാം ദിനത്തിൽ. ഡോക്ടർ അരുൺ സഖറിയ ഉൾപ്പെടെയുള്ള പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർ ദൗത്യ സംഘത്തിൽ. തെരച്ചിലിന് മുത്തങ്ങിൽ നിന്നെത്തിച്ച 2 കുങ്കിയാനകളും. പാലക്കാട് ധോണിയിൽ പുലിയിറങ്ങിയതായി സംശയം. RRT സംഘം സ്ഥലത്ത് പരിശോധന നടത്തുന്നു. തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. നടക്കുന്നത് നിയമപരമായ പ്രവർത്തനങ്ങൾ മാത്രം. CMRL കരാർ നീട്ടി നൽകിയതിന് പിന്നിൽ അനധികൃത ഇടപാടെന്ന മാത്യു കുഴൽനാടന്റെ ആരോപണം ജൽപ്പനമെന്നും വിമർശനം. യാത്ര ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുന്നു. പാലക്കാട് ജില്ലയിൽ നവകേരള സദസ്സിനായി പൊളിച്ചുമാറ്റിയ സ്കൂൾ മതിൽ 13 ദിവസം കഴിഞ്ഞിട്ടും പുനർനിർമ്മിച്ചില്ല. മുതിർന്ന ജഡ്ജിക്കും സഹായിക്കുമെതിരെ ഉത്തർപ്രദേശിലെ വനിതാ ജഡ്ജി നൽകിയ പീഡന പരാതിയിൽ ഇടപെട്ട് സുപ്രീം കോടതി. അലഹബാദ് ഹൈക്കോടതി രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടി ചീഫ് ജസ്റ്റിസ്. വനിതാ ജഡ്ജിയുടെ പരാതി നിയമനകാലത്ത് നടന്ന അതിക്രമത്തിൽ. നടപടിയുണ്ടായില്ലെങ്കിൽ മരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യം. വാരാന്ത്യ തിരക്ക് കണക്കിലെടുത്ത് സന്നിധാനത്ത് കൂടുതൽ ക്രമീകരണങ്ങളുമായി ദേവസ്വം ബോർഡ്. നിലയ്ക്കൽ ഉൾപ്പെടെ ഇടത്താവളങ്ങളിൽ പോലീസും ജാഗ്രതയിൽ. ശബരിമലയിൽ തിരക്ക് കുറഞ്ഞെന്ന ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ. ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ശബരിമലയിൽ മനഃപൂർവ്വം തിരക്കുണ്ടാക്കിയെന്ന സജി ചെറിയാന്റെ പ്രസ്താവന വിടുവായുത്തമെന്ന് VD സതീശൻ.
അതൊക്കെയാണ് പ്രധാന വാർത്തകളായി തലക്കെട്ടുകളായി ഇടം പിടിക്കുന്നത്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാൽ പ്രേക്ഷകർ കമന്റ് ബോക്സിൽ സജീവമാകുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. വിപിൻ ബെന്നി, ലെവിൻ പോൾ, നൌഷാദ്, ആമിന, ജിജു ഡാനിയൽ, ഗ്രേസി സെബാസ്റ്റ്യൻ, ലിവിൻ പോൾ, ഷംന ഷൈജു, മനിതൻ, അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ അവരുടെ പ്രതികരണങ്ങൾ, ആശംസകളൊക്കെ അറിയിക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രതികരണം കമന്റ് ബോക്സിൽ തുടരുക. വിശദമായ റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. വണ്ടിപ്പെരിയാറിൽ നീതി അകലെയോ? ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ കട്ടപ്പന അതിവേഗ കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷനും കുട്ടിയുടെ കുടുംബവും. അർജുൻ തന്നെയാണ് പ്രതിയെന്നും അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും ആവർത്തിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. വ്യാജ തെളിവുണ്ടാക്കി നിരപരാധികളെ പോലീസ് കുടുക്കുന്നതാണ് കണ്ടതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആരോപിച്ചു. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് അർജുൻ തന്നെയാണെന്ന് മാതാപിതാക്കളും പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥനും ഒരേ സ്വരത്തിൽ ആവർത്തിക്കുകയാണ്. അന്വേഷണവും തെളിവ് ശേഖരണവും ശരിയായ ദിശയിലായിരുന്നു എന്ന് പറയുന്ന കുടുംബം പക്ഷേ SC/ST പീഡന നിരോധന നിയമം പ്രതിക്കെതിരെ ചുമത്തുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കുറ്റപ്പെടുത്തി. പോലീസുകാർക്ക് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SC ആണെന്നും അവൻ OBC ആണെന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കാതെ വിട്ടുപോയി. ജില്ലാ ഓഫീസിൽ നിന്ന് എനിക്കൊരു കത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടുകയില്ല, അത് അട്രോസിറ്റി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ഇങ്ങനൊരു ആക്ട് ഇടാനുള്ളതും അവർ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഞാൻ അറിയുന്നത്. പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരപിള്ള. അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പീൽ സമർപ്പിക്കും. ഈ വിധി റദ്ദ് ചെയ്ത് കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ശാസ്ത്രീയ തെളിവുകളോടെയാണ് പ്രതിയിലേക്ക് എത്തിയതെന്നും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനും പറഞ്ഞു. സയന്റിഫിക് ഓഫീസർ, വിരലടയാള വിദഗ്ധർ, ഫോട്ടോഗ്രാഫർ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഇതിന്റെ ഇൻക്വസ്റ്റ് സമയം മുതൽ സ്ഥലത്തുണ്ട്. സീൽ ചെയ്തതാണ്. നമ്മൾ ഈ ബ്ലഡൊക്കെ സീൽ ചെയ്ത് തരുന്നത് അവർ സയന്റിഫിക് ഓഫീസറാണ് ഈ കുട്ടിയുടെ ബ്ലഡ് ഇത് സീൽ ചെയ്ത് തരുന്നത് അവിടെ. ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട് സന്ദർശിക്കും. വൈകുന്നേരത്തോടെയാണ് VD സതീശൻ സ്ഥലത്തെത്തുക. 24 ഇടുക്കി. പോലീസിനെതിരായ വിമർശനം ഈ കേസുമായി ബന്ധപ്പെട്ട് ശക്തമാകുന്നതിനിടെ വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ വിധി സർക്കാർ ഗൗരവമായി പരിശോധിക്കും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞത്. ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് നിയമമന്ത്രി P രാജീവും പ്രതികരിച്ചു. നിരാശാജനകമായ വിധിക്ക് കാരണം അന്വേഷണ സംഘത്തിന്റെ വീഴ്ച എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. പ്രതി അർജുനെ വെറുതെ വിട്ട കോടതി വിധിയിൽ പോലീസിന് വലിയ വിമർശനം കേൾക്കേണ്ടി വന്നു. പ്രോസിക്യൂഷൻ വീഴ്ചയെന്ന കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ കുറ്റപ്പെടുത്തി. ഇതെല്ലാം സർക്കാർ ഗൗരവമായി പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യം. അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും. ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളും ഉണ്ടാകും. കോടതി വിമർശനം ഏതു സാഹചര്യത്തിലാണെന്ന് പരിശോധിക്കുമെന്ന് നിയമമന്ത്രി P രാജീവ്. വിധി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും നിർബന്ധമായിട്ട് അപ്പീൽ പോകേണ്ട വിധി തന്നെയാണത്. കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾ അന്വേഷണം പോയിട്ടുണ്ടെന്ന രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂട്ടറുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഉചിതമായ രീതിയിൽ തീരുമാനമെടുക്കും. കേസിൽ പ്രതിക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിട്ടില്ലെന്ന് പീരുമേട് MLA വാഴൂർ സോമനും പ്രതികരിച്ചു. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമില്ല. ഇതിൻ്റെ അകത്ത് വളരെ ആ കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അത് പ്രതി ഇന്നയാളാണെന്നുള്ളത് ബോധ്യപ്പെട്ട പോലീസ് കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. പോലീസ് ലാഘവത്തോടെയാണ് വിഷയം കൈകാര്യം ചെയ്തതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. 6 വയസ്സുള്ളൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവം എത്ര ലാഘവത്തോടു കൂടിയാണ് കേരള പോലീസ് കൈകാര്യം ചെയ്തത് എന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ്. കുട്ടിയുടെ കുടുംബത്തിന് എല്ലാ നിയമസഹായവും ഉറപ്പാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. സഭയിൽ നിന്നും പ്രതിഷേധ പുക. ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് നടപടികൾ സ്തംഭിച്ചു. സർക്കാർ നിലപാടിൽ ആത്മാർത്ഥതയില്ല എന്നും BJP MPക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയത്. പ്രതിപക്ഷ സമീപനം രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് രാജ്യസഭയിലെ BJP സഭാ നേതാവ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വിമർശിച്ചു.
പാർലമെന്റ് നടപടികൾ തുടങ്ങും മുൻപേ പാർലമെന്റ് വളപ്പ് ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തിന് വേദിയായി. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം. 11 മണിയോടെ സഭാ നടപടികൾ തുടങ്ങിയപ്പോഴും പ്രതിപക്ഷം വഴങ്ങിയില്ല. ലോക്സഭാ നടപടികൾ തുടങ്ങി 2-ാം മിനിറ്റിലും രാജ്യസഭ 9-ാം മിനിറ്റിലും നിർത്തിവെച്ചു. संख्या 181 श्री BM कथीर आनंद सभा की कार्यवाही 2 बजे तक के लिए स्थगित की जाती है. പ്രതിപക്ഷ സമീപനം പക്വതയില്ലാത്തതാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കുറ്റപ്പെടുത്തി. പാർലമെന്റ് സ്തംഭനം ഒഴിവാക്കാനായി സർക്കാർ നടത്തിയ അനൌദ്യോഗിക ആശയവിനിമയങ്ങൾ വിജയം കണ്ടില്ല. BJP എംപിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചുനിന്നു. 24 ഡൽഹി. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. പ്രതിഷേധം പാർലമെന്റിന് പുറത്തേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം. സഭാ സമ്മേളനത്തിന്റെ അവശേഷിക്കുന്ന ദിവസങ്ങളിൽ സഹകരിക്കണോ എന്ന് തിങ്കളാഴ്ച തീരുമാനിക്കുമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പ്രതികരണം. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ വിശദീകരണം നൽകാതെ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് പാർലമെന്റിൽ പ്രതിപക്ഷം. സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങൾ സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. IPC, CRPC, എവിഡൻസ് ആക്ട് ഭേദഗതിയടക്കം സുപ്രധാന ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പാസാക്കാൻ പദ്ധതിയിട്ടിരുന്ന ഭരണപക്ഷത്തിനുമേൽ സമ്മർദ്ദം ശക്തമാണ്. അവശേഷിക്കുന്ന ദിവസങ്ങളിലെ സഭാ നടപടികളിൽ സഹകരിക്കുന്ന കാര്യത്തിൽ തിങ്കളാഴ്ച തീരുമാനമെടുക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. ഇക്കാര്യത്തിൽ പാർലമെന്റിൽ വന്ന്, പ്രത്യേകിച്ച് ലോക്സഭയിൽ വന്ന് ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തുന്നതുവരെ ഞങ്ങൾ ഈ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. സഭയ്ക്ക് പുറത്തേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സുരക്ഷ സംബന്ധിച്ച സർക്കാരിന്റെ അവകാശവാദങ്ങൾ പൊള്ളയെന്ന് മന്ത്രി MP രാജേഷ്. പാസ് കൊടുത്തില്ലേ BJP MP, എന്ത് നടപടിയാണ് അദ്ദേഹത്തിനെതിരായിട്ട് എടുക്കുകയെന്ന് കാണട്ടെ. നമ്മൾ വീഴ്ച പാർലമെന്റിൽ ഒരു സുരക്ഷാ വീഴ്ച പോലും തടയാൻ കഴിയാത്ത ആളുകൾക്ക് രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ എന്തർത്ഥാണുള്ളത്? രാഷ്ട്രപതിയെ കാണാൻ പ്രതിപക്ഷം സമയം തേടിയിരുന്നെങ്കിലും ഇതുവരെയും സമയം ലഭിച്ചിട്ടില്ല. 24 ഡൽഹി. ഇനി ഇതിൽ അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നതെന്ന് പരിശോധിച്ചാൽ പാർലമെന്റ് അതിക്രമ കേസിൽ 2 പേർ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട്. മുഖ്യ സൂത്രധാരൻ ലളിത് ഝായെ സഹായിച്ചവരാണ് കസ്റ്റഡിയിൽ ഉള്ളത്. ലളിത് ഝാ ഫോണുകൾ കത്തിച്ചു കളഞ്ഞതായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികളെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കേസിലെ മുഖ്യ സൂത്രധാരൻ ലളിത് ഝായെ ചോദ്യം ചെയ്ത് നിർണായക വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഡൽഹി പോലീസ്. ഒളിവിൽ കഴിഞ്ഞ രാജസ്ഥാനിൽ മൊബൈൽ ഫോണുകൾ കത്തിച്ചു കളഞ്ഞു എന്നാണ് മൊഴി. പാർലമെന്റ് അതിക്രമ ദൃശ്യം ഫോണിൽ ചിത്രീകരിച്ച് കൊൽക്കത്ത ആസ്ഥാനമായ NGOയ്ക്ക് അയച്ച ശേഷമാണ് രാജസ്ഥാനിലെ നാഗൌറിലേക്ക് കടന്നത്. ലളിതിനെ ഒളിവിൽ പാർക്കാൻ സഹായിച്ച മഹേഷ്, കൈലാഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. പ്രതികൾ കഴിഞ്ഞ 15 ദിവസത്തിനിടെ വിളിച്ച 50 ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കസ്റ്റഡിയിലുള്ള മഹേഷ് സംഘത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചെങ്കിലും മാതാവ് തടഞ്ഞതോടെയാണ് പിന്മാറിയത്. അതിക്രമത്തെക്കുറിച്ച് മഹേഷിനു നേരത്തെ വിവരമുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പിടിയിലായ വിശാലിന്റെയും ഭാര്യയുടെയും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതികളെ പാർലമെന്റ് സമുച്ചയത്തിലെത്തിച്ച് തെളിവെടുക്കാനാണ് നീക്കം. നിലവിൽ കസ്റ്റഡിയിലുള്ള 4 പ്രതികളെ ഗുരുഗ്രാമിലെ വിശാൽ ശർമ്മയുടെ വീട്ടിലെത്തിച്ചും തെളിവെടുക്കും. 24 ഡൽഹി. പുതുതായി പുറത്തുവരുന്ന ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവച്ചാൽ രാജസ്ഥാനിൽ BJP സർക്കാർ അധികാരമേറ്റിരിക്കുന്നു. ഭജൻലാൽ ശർമ്മ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഗവർണർ കൽരാജ് മിശ്ര സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 2 ഉപമുഖ്യമന്ത്രിമാരാണ് അവിടെയുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ നിലപാട് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി. കേന്ദ്ര അവഗണനയ്ക്കെതിരായ സംയുക്ത സമരത്തെ ചൊല്ലി പ്രതിപക്ഷത്ത് ഭിന്നത രൂക്ഷം. യോജിച്ച നീക്കത്തിന് സർക്കാർ തയ്യാറായാൽ പിന്തുണയ്ക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി നിലപാടെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പക്ഷേ ആ നിലപാട് തള്ളുന്നതും നമ്മൾ കണ്ടു. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം വാങ്ങിയെടുക്കാൻ സർവ്വകക്ഷികളും ഒരുമിച്ച് നിൽക്കണം എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി 24നോട് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഫലപ്രദമായി കേരള ഗവൺമെൻറ് പ്രതിപക്ഷത്തിനെയും കൂടി കൂട്ടി പിന്നെ ഞങ്ങളുടെ കൂടി സഹായത്തോടു കൂടി കൂടുതൽ ഫണ്ട് കിട്ടാനുള്ള നീക്കം ഗവൺമെൻറ് നടത്തട്ടെ. ലീഗല്ല, പ്രതിപക്ഷം ഉണ്ടാവും. ഞങ്ങളൊക്കെ UDF ഉണ്ടാവും. കാരണം വെച്ചാൽ ഒരു ഓൾ പാർട്ടി ആയിട്ട് തന്നെ നമുക്ക് നടത്താമല്ലോ. കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. കേരളത്തിൻ്റെ അവകാശം കേന്ദ്ര ഗവൺമെൻറ് തരുക തന്നെ വേണം, കിട്ടിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഏത് നീക്കം നടത്താൻ ഞങ്ങൾ, പക്ഷേ ഇത് പരസ്പര ആരോപണത്തിന് ഉന്നയിക്കുന്നതല്ലാതെ ഗവൺമെൻറ് അതിനുവേണ്ടി ഫലപ്രദമായ ഒരു നീക്കം ഇതുവരെ ഓൾ പാർട്ടി അടിസ്ഥാനത്തിലൊക്കെ നടത്താൻ
CPIM-നൊപ്പം ഒരു സമരത്തിനും ഇല്ലെന്ന് VD സതീശൻ പ്രതികരിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രനയം മാത്രമല്ല, മുഖ്യമന്ത്രിയുടെയും ടീമിന്റെയും കെടുകാര്യസ്ഥതയാണ് പ്രധാന കാരണമെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. CPM-മായി ചേർന്നിട്ട് ഞങ്ങൾ ഒരു സമരത്തിനുമില്ല. ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഞങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കിയ കാര്യമാണ്. ഞങ്ങളുടെ MP-മാര് UDF MP-മാര് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലുള്ള കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ അഴിമതിയും മുഖ്യമന്ത്രിയുടെ ടീമിന്റെ കെടുകാര്യസ്ഥതയുമാണ് ഈ ധനപ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. PK കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഗതം ചെയ്തു. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് നിലപാട് തിരുത്താൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്. അതിനർത്ഥം മുസ്ലിം ലീഗിനെ LDF-ലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നല്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്വാഗതാർഹമായ നിലപാടാണ്. ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവർക്കെല്ലാം ആ രീതിയിൽ മാത്രമേ പ്രതികരിക്കാനാവൂ. ഇത് ഞങ്ങൾ ഈ കാര്യങ്ങൾ പ്രതിപക്ഷത്തോട് പൊതുവെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. ദീപകിനോട് സംസാരിക്കുമ്പോൾ കേന്ദ്രത്തിനെതിരായ പോരാട്ടത്തിൽ യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന നിലപാട് PK കുഞ്ഞാലിക്കുട്ടി എടുക്കുന്നു. അത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നു. അതിന് പിന്നാലെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ സജീവമാകുന്നു. കുഞ്ഞാലിക്കുട്ടിയെ തള്ളിക്കൊണ്ട് VD സതീശനും അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും വരുന്നത് നമ്മൾ കണ്ടു. ഈ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി ഏത് തരത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്? അതിന് പിന്നാലെയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളെ എങ്ങനെ കാണണം ദീപക്? ഇതിൽ നവകേരള യാത്ര പാതി പിന്നിട്ട് ഏതാണ്ട് അവസാനത്തോടടുക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് കുഞ്ഞാലിക്കുട്ടി തുടക്കമിട്ടു എന്നുള്ളതാണ് വസ്തുത. കാരണം ഇന്നലെ ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ളതെല്ലാം കിട്ടണം, അതിനുവേണ്ടി യോജിച്ച പോരാട്ടം വേണം. സർക്കാർ അതിന് ഏതെങ്കിലും രീതിയിൽ ഓൾ പാർട്ടി എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എല്ലാ സർവ്വകക്ഷികളെ ഒരുമിച്ചുകൊണ്ടുള്ളൊരു പോരാട്ടത്തിന് തയ്യാറായാൽ അതിനൊപ്പം നിൽക്കും എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ അതിന് കൃത്യമായ രാഷ്ട്രീയമാനമുണ്ട്. മാത്രവുമല്ല, സർക്കാരിനെ ഈ തരത്തിൽ കേന്ദ്രവിരുദ്ധ സമരങ്ങളിൽ സർക്കാരിനെ പൂർണ്ണമായി ലീഗ് പിന്തുണക്കും എന്ന സന്ദേശമാണ്. മാത്രവുമല്ല, പ്രതിപക്ഷമുണ്ടാകും എന്ന് പറയുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗിൻ്റെ നിലപാടിനെ, പ്രത്യേകിച്ചും കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ ഉപനേതാവാണ്, പ്രതിപക്ഷ ഉപനേതാവ് അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയപ്പോൾ അതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഗതം ചെയ്തു. മാത്രവുമല്ല, ഒരു പടി കൂടി കടന്നുള്ള ഒരു നീക്കം മുഖ്യമന്ത്രി നടത്തിയത്, അദ്ദേഹം ഈ ലീഗുമായും പ്രതിപക്ഷവുമായും ഈ കാര്യത്തിൽ ചർച്ച ചെയ്യാം, കാരണം അവർ നേരത്തെ തന്നെ ഒരു നിലപാട് എടുത്തുപോയി, ആ നിലപാട് മാറ്റാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ ഒരു ചർച്ചയാകാം എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വാർത്താ സമ്മേളനം എത്തുന്നത്. അതിൽ വളരെ കൃത്യമായി VD സതീശൻ ഇതിനെല്ലാം തള്ളിപ്പറയുന്നു. CPM-മായി ചേർന്ന് ഒരു കേന്ദ്ര വിരുദ്ധ സമരത്തിന് ഇല്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ എന്നാൽ രാഷ്ട്രീയമായ മറ്റൊരു യാഥാർത്ഥ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ മോഡി സർക്കാരിനെതിരെ, BJP-ക്കെതിരെ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കാൻ തീരുമാനമെടുത്തവരാണ്. എന്നിട്ട് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ നിലപാട് തള്ളുന്നത് എന്നുള്ളത് പ്രശ്നമാണ്. ഏതായാലും ഒരു ട്രബിൾ ഷൂട്ടറായ സീസൺഡ് പൊളിറ്റീഷ്യൻ PK കുഞ്ഞാലിക്കുട്ടി ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു. 24-ന്റെ അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് പറഞ്ഞത്. അത് സർക്കാരിന് അനുകൂലിച്ചുകൊണ്ട് തന്നെ, പ്രതിപക്ഷത്തെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് തന്നെ കേന്ദ്ര ആനുകൂല്യങ്ങൾ, കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട അർഹതപ്പെട്ട എല്ലാം നേടിയെടുക്കാം എന്നതാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. വരും ദിവസങ്ങളിലും ഇന്നുമെല്ലാം തന്നെ ഇത് തന്നെയാണ്, ഇതിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ച മുന്നോട്ട് പോകുന്നതും. റിജിത്ത്, ശരി, നിലവിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലെല്ലാം PK കുഞ്ഞാലിക്കുട്ടി നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഏറെക്കാലത്തിന് ശേഷമാണ് PK കുഞ്ഞാലിക്കുട്ടി ഒരു നീളത്തിലുള്ള ഒരു അഭിമുഖം അനുവദിക്കുന്നത്. ലീഗ് ലീഡർ സ്പീക്കിംഗ് എന്ന അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് വൈകിട്ട് 5:30 24-ൽ കാണാം. പ്രേക്ഷകർ അത് കാണാൻ മറക്കരുത്. തർക്കത്തിൽ ഇടപെട്ട് സർക്കാർ. ചലച്ചിത്ര അക്കാദമിയിൽ വ്യക്തികൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അക്കാദമിക്ക് പുറത്ത് പരിഹരിക്കണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അക്കാദമിയിലെ ഒരു വിഭാഗം അംഗങ്ങൾ ചെയർമാൻ രഞ്ജിത്തിനെതിരെ പടയൊരുക്കം ആരംഭിച്ചു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം. രഞ്ജിത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ വിനയൻ രംഗത്തെത്തി. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് അക്കാദമിയിലെ 9 അംഗങ്ങൾ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയത്. ചെയർമാൻ ഏകപക്ഷീയമായി തീരുമാനങ്ങളെടുക്കുന്നുവെന്നാണ് ആരോപണം. ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണം. വിവാദ പരാമർശങ്ങളിൽ രഞ്ജിത്തിനോട് വിശദീകരണം തേടുമെന്ന് മന്ത്രി പറഞ്ഞു. ഉണ്ടായ വിവാദം ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവരെല്ലാം വിളിച്ചിട്ടുണ്ട്. അവര് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട്
തീരുമാനമെടുത്ത് പരിഹരിക്കും. രഞ്ജിത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ വിനയൻ വീണ്ടും രംഗത്തെത്തി. രഞ്ജിത്ത് മഹാനാണെന്ന് പറഞ്ഞ മന്ത്രിക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ വിവാദമെന്നും വിനയൻ 24-നോട് പറഞ്ഞു. രഞ്ജിത്തിന്റെ ഒരിക്കലും ഇടതുപക്ഷത്തിന് ചേർന്ന ഒരു നയമല്ല എന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തെ മറ്റു സംരക്ഷിക്കുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞതിന് കാര്യമില്ലല്ലോ. ഈ രീതിയിൽ പോയാൽ ഈ ഇതിഹാസത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കുറച്ച് പാടുപെടുമെന്നാണ് എൻ്റെ അഭിപ്രായം. അക്കാദമിയിൽ പടയൊരുക്കമില്ലെന്ന് മന്ത്രിയടക്കം വിശദീകരിക്കുമ്പോഴും ചെയർമാനെതിരെ സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും അതൃപ്തിയുണ്ടെന്ന് വ്യക്തം. 24 തിരുവനന്തപുരം. രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പറയുന്നു. കുക്കു പരമേശ്വരൻ 84 മുതൽ സുഹൃത്താണ്. എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചലച്ചിത്ര അക്കാദമിയിൽ ഭിന്നിപ്പില്ല എന്നും ആരും സമാന്തര യോഗം ചേർന്നിട്ടില്ല എന്നും രഞ്ജിത്ത് വ്യക്തമാക്കുന്നു. ഈ നടന്നു എന്ന മാധ്യമങ്ങൾ പറയുന്ന കുറേ പേരുടെ പേരുകളിൽ 3 പേർ ഇതിനകം അക്കാദമിയെ ബന്ധപ്പെട്ട് സെക്രട്ടറി സംസാരിച്ചത്. ഒന്ന് കുക്കു പരമേശ്വരനാണ്, ഒന്ന് സോഹൻ ശ്രീനുലാലാണ്, ഒന്ന് സിബി കെ തോമസ് ആണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെയാണ് അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത്. ഞാൻ രാജിവെക്കണോ? അങ്ങനെ പലതും കേൾക്കുമല്ലോ. അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല. അങ്ങനെ ഉണ്ടാവുന്നൊരു കാലം ഞാൻ നിങ്ങളെ തന്നെയാണ് ആദ്യം അറിയുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, നിലവിലെ തർക്കങ്ങളിൽ സർക്കാർ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ പ്രതികരണം നടത്തുന്ന പശ്ചാത്തലത്തിൽ സമാന്തര യോഗം ചേർന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ എന്താണ് രഞ്ജിത്ത് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? അലക്സ്. രഞ്ജിത്ത്, പ്രധാനമായി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഈ വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹത്തിന് 3 കാര്യങ്ങൾ, അതായത് അക്കാദമി സ്വീകരിച്ച 3 തീരുമാനങ്ങൾ പറയുന്നതിനായിരുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് നിലവിൽ ഈ മേളയുടെ ക്യൂറേറ്ററായിട്ടുള്ള ഗോൾഡ സെല്ലത്തെ അവരെ അടുത്ത മേളയുടെ ക്യൂറേറ്ററായി കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ എക്സിക്യൂട്ടീവ് ഈ ചലച്ചിത്ര അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് ബോഡി അത് വിപുലപ്പെടുത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ബോഡിയിലേക്ക് ഒരംഗത്തെ കൂടി ഉൾപ്പെടുത്തുന്നു. അത് കുക്കു പരമേശ്വരനാണ്. കുക്കു പരമേശ്വരൻ നിലവിൽ ഇതിൻ്റെ ജനറൽ കൗൺസിൽ അംഗമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചേർന്ന ഈ സമാന്തര യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ചിലർ, അതായത് ഈ യോഗങ്ങളിലൊക്കെ പങ്കെടുത്തതിൽ തന്നെ ചില അംഗങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്, അല്ലെങ്കിൽ അവർ നമ്മളോട് അടക്കം പറഞ്ഞ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഈ ചലച്ചിത്ര അക്കാദമിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുക്കു പരമേശ്വരൻ മേളയിൽ നിന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു, ചലച്ചിത്ര അക്കാദമി ചെയർമാനോട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചത് കുക്കു പരമേശ്വരനെ എക്സിക്യൂട്ടീവ് ബോഡിയിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു മുറിവുണക്കലാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അത്തരത്തിലൊരു വ്യാഖ്യാനം വേണ്ട എന്നാണ് അക്കാദമിയുടെ ചെയർമാൻ പറയുന്നത്. നമുക്ക് അത് അക്കാദമിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തർക്കത്തിലൊരു സമവായമായി എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. കാരണം കുക്കു പരമേശ്വരൻ എക്സിക്യൂട്ടീവിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, അവർ തൻ്റെ അടുത്ത സുഹൃത്താണ്. 84 മുതൽ തൻ്റെ അടുത്ത സുഹൃത്താണ്. കുക്കു പരമേശ്വരനോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട് എന്നാണ് ചെയർമാൻ പറയുന്നത്. മാത്രമല്ല, അക്കാദമിയിൽ ഭിന്നിപ്പില്ല, ആരും സമാന്തര യോഗം ചേർന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ താൻ രാജിവെക്കുന്ന സാഹചര്യം, അതായത് രഞ്ജിത്ത് സ്ഥാനത്ത് നിന്ന് രാജിവെക്കും അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്നദ്ധത പ്രകടിപ്പിച്ചു എന്ന തരത്തിൽ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അക്കാര്യം നമ്മൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. നിലവിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ അത്തരത്തിലൊന്നും കാണുന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കാം എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. എന്താണെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഈ ഭിന്നിപ്പ്, അക്കാദമിയിലെ ഈ ജനറൽ കൗൺസിലൊക്കെ ഉണ്ടായ ഈ ഭിന്നിപ്പ്, അത് ഒരു പരിധിവരെ അതിന് തീരുമാനമുണ്ടാക്കാൻ സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു സമവായത്തിലേക്ക് അവർ എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. മന്ത്രിയുടെ അടക്കം ഇടപെടൽ, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ്റെ അടക്കം ഇടപെടൽ ഇതിലുണ്ടായിരുന്നു. മേള നടക്കുന്ന ഒരു സമയമാണ്. അനാവശ്യമായ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കരുതെന്ന നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അഭിപ്രായങ്ങൾ ആണ് പറയുന്നത്, വ്യക്തിപരമാണ്. അത് അംഗങ്ങൾക്കിടയിൽ അത്തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഗണിക്കും, അത് പരിശോധിക്കുമെന്നാണ് വകുപ്പ് മന്ത്രി തന്നെ രാവിലെ വ്യക്തമാക്കിയത്. എന്താണെങ്കിലും ആ ഇടപെടൽ ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പം മുമ്പ് ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അവൈലബിൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇവിടെ ഇരുന്നാണ് ഈ തീരുമാനങ്ങൾ എടുത്തതും ആ തീരുമാനങ്ങൾ ഇപ്പോൾ അക്കാദമിയുടെ ചെയർമാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ ഒരുപാട് പ്രതികരണങ്ങൾ പല വാർത്തകളുമായി ബന്ധപ്പെട്ടും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. കേന്ദ്രത്തിനെതിരെ യോജിച്ച പോരാട്ടം നടത്താനുള്ള നീക്കം, അതിൽ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടാണ് ശരി, പ്രതിപക്ഷ നേതാവിൻ്റേതല്ല എന്ന് പറയുന്നു രാഹുൽ KC എന്ന് പറയുന്ന പ്രേക്ഷകൻ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഷാഹിദ് MA എന്ന പ്രേക്ഷകൻ. ഉറപ്പായും അത് നമ്മൾ ഈ ബുള്ളറ്റിനിൽ തന്നെ ഉൾപ്പെടുത്തും. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പറയാൻ മറക്കല്ലേ എന്ന് പറയുന്നുണ്ട് രാജേന്ദ്രൻ വയല എന്ന് പറയുന്ന പ്രേക്ഷകൻ. ഉറപ്പായും അതും ഈ പരിപാടിയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തും. വണ്ടിപ്പെരിയാറിലെ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട്.
ഒരുപാട് പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. വഴിയെ സമയത്തിനനുസരിച്ച് ആ പ്രതികരണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വനമന്ത്രിയുമായ KP വിശ്വനാഥൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. UDF സർക്കാരുകളിൽ 2 തവണ വനമന്ത്രിയായിരുന്നു. സംസ്കാരം നാളെ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. ഡയാലിസിസിനിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത്. 9:35 മരണം സ്ഥിരീകരിച്ചത്. വൃക്കരോഗത്തെ തുടർന്ന് വർഷങ്ങളായി ചികിത്സയിലായിരുന്നു. കുന്നംകുളം, കൊടകര മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് 6 തവണ MLA ആയി. 1991 കരുണാകരൻ മന്ത്രിസഭയിലും 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും വനമന്ത്രിയായി. ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് 2005 മന്ത്രി പദവി രാജിവെച്ചു. 2006, 2011 തെരഞ്ഞെടുപ്പുകളിൽ കൊടകരയിൽ മത്സരിച്ചുവെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു. കുന്നംകുളത്ത് 1940 ഏപ്രിൽ 22 അദ്ദേഹത്തിൻ്റെ ജനനം. യൂത്ത് കോൺഗ്രസ് വഴിയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം ആദ്യകാലങ്ങളിൽ നടത്തിയിരുന്നത്. KPCC എക്സിക്യൂട്ടീവ് അംഗം, തൃശൂർ DCC സെക്രട്ടറി, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗം, തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, സംസ്ഥാന സഹകരണ ബാങ്ക് ചെയർമാൻ തുടങ്ങി നിരവധി പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. KP വിശ്വനാഥൻ വിടവാങ്ങുമ്പോൾ സുദീർഘമായ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള നേതാവിനെയാണ് നഷ്ടമാകുന്നത്. 2 തവണ സംസ്ഥാന വനമന്ത്രിയും 6 തവണ നിയമസഭാ അംഗവുമായിരുന്ന KP വിശ്വനാഥൻ തൃശൂരിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച നേതാവാണ്. എക്കാലത്തും തികഞ്ഞ കോൺഗ്രസുകാരനായിരുന്നു KP വിശ്വനാഥൻ. K. കരുണാകരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പോയ ശേഷം തൃശൂരിലെ കോൺഗ്രസിനെ കൈവെള്ളയിൽ സൂക്ഷിച്ച നേതാവ് എന്ന് വിശേഷണം. തൃശൂരിലെ കുന്നംകുളത്ത് കല്ലായിൽ പാങ്ങന്റെയും പാറുക്കുട്ടിയുടെയും മകനായി 1940 ഏപ്രിൽ 22 ജനനം. തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദം, പിന്നെ നിയമബിരുദം നേടി അഭിഭാഷകൻ. 1967 മുതൽ 70 വരെ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ്. 6 തവണ നിയമസഭയിൽ. 1977 81 കുന്നംകുളത്തു നിന്നും 87 മുതൽ 2001 വരെ കൊടകരയിൽ നിന്നും വിജയം. 2006 2011 പ്രൊഫസർ C. രവീന്ദ്രനാഥിനോട് കൊടകരയിൽ പരാജയപ്പെട്ടു. 2 തവണ മന്ത്രി, 2 വട്ടവും വനം വകുപ്പ്. വനമന്ത്രിയായിരിക്കെ വനസംരക്ഷണത്തിനും കാട്ടിലെ കഞ്ചാവ് വളർത്തലിനുമെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധ നേടി. ലോനപ്പൻ നമ്പാടനും KP വിശ്വനാഥനും പരസ്പരം വെല്ലുവിളിച്ച് കഞ്ചാവ് കണ്ടെത്താൻ കാടുകയറിയതും ചരിത്രം. 2004 വനമന്ത്രിയായിരിക്കുമ്പോൾ ഹൈക്കോടതിയുടെ എതിർ പരാമർശത്തെ തുടർന്ന് രാജി. 1.5 പതിറ്റാണ്ടിനു ശേഷം ആ കേസ് തന്നെ കോടതി എഴുതിത്തള്ളി. 72 മുതൽ KPCC അംഗമാണ്. 72 തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റായി. KSRTC ഡയറക്ടർ ബോർഡ് അംഗമായും പ്രവർത്തിച്ചു. KPCC തെരഞ്ഞെടുപ്പ് സമിതി അംഗം, ഖാദി ബോർഡ് അംഗം തുടങ്ങി നിരവധി ചുമതലകൾ വഹിച്ചു. അവസാന നാളുകളിലും കോൺഗ്രസ് നേതാക്കളുമായി സജീവ ബന്ധം പുലർത്തിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. നരഭോജിക്കടുവ എവിടെ? വാഗേരിയിലെ നരഭോജിക്കടുവ 6ാം നാളിലും കാണാമറയത്ത് തന്നെയാണ്. ഇന്ന് രാവിലെ കുങ്കിയാനകളെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രദേശത്ത് ഇപ്പോഴും നിരോധനാജ്ഞ തുടരുകയാണ്. പ്രജീഷിന്റെ മൃതദേഹം കിടന്ന പ്രദേശത്തു നിന്ന് 1/2 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു ഇന്ന് പരിശോധന. 2 കുങ്കിയാനകളെ ഇതിനായി ഉപയോഗിച്ചു. പലയിടത്തും കടുവയുടെ കാൽപ്പാടുകളുണ്ട്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ക്യാമറ ട്രാപ്പിൽ കടുവാ ദൃശ്യങ്ങളില്ല. നാട്ടുകാർക്ക് ആശങ്കയുണ്ടെങ്കിലും ദൗത്യവുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ അവരുമായിട്ട് മാക്സിമം സഹകരിച്ച് മുമ്പോട്ട് പോവുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കടുവേനെ പിടിക്കാമെന്നല്ലാതെ വേറൊരു ലക്ഷ്യത്തിലേക്ക് ഇല്ല. അപ്പോൾ ഫോറസ്റ്റുമായിട്ടും പോലീസും ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് ഞങ്ങൾ നാട്ടുകാർ നല്ല രീതിയിൽ അവരെ സഹകരിച്ച് മുമ്പോട്ട് പോവുകയാണ്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പ്രയത്നിക്കുന്നത്. കടുവാ ദൗത്യത്തിന് ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം വലിയ വെല്ലുവിളിയാണ്. പൊന്തക്കാടുകളും കാപ്പിത്തോട്ടങ്ങളും നിറഞ്ഞ പ്രദേശമാണിത്. അതിനാലാണ് കടുവയെ കണ്ടെത്താൻ ആനകളെ കൂടി ഉപയോഗിക്കുന്നത്. നോർത്തൺ CCF, KS ദീപ, DFO ഷജന കരീം എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് തിരച്ചിൽ ഏകോപിപ്പിക്കുന്നത്. ഡോക്ടർ അരുൺ സക്കറിയ, ഡോക്ടർ അജേഷ് മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കടുവയ്ക്കായുള്ള തിരച്ചിൽ. 24 വയനാട്.
കരിമണൽ ഖനനത്തിന് പച്ചക്കൊടി. നവകേരള സദസ് ആലപ്പുഴയിൽ പര്യടനം തുടരുന്നതിനിടെ തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. നിയമപരമായ പ്രവർത്തനങ്ങളാണ് തോട്ടപ്പള്ളിയിൽ നടക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഉച്ചയ്ക്ക് ശേഷം കുട്ടനാട്ടിലും ഹരിപ്പാടുമാണ് നവകേരള സദസ് നടക്കുക. CMRL കരാർ നീട്ടിയതിന് പിന്നിൽ അനധികൃത ഇടപാടാണെന്ന മാത്യു കുഴൽനാടൻ MLA ആരോപണം ജൽപ്പനമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പൊതുതാൽപര്യത്തിനു വേണ്ടിയാണ് തോട്ടപ്പള്ളിയിൽ ഖനനം നടത്തുന്നത്. അതിനെതിരായ സമരം എത്ര ദിവസം നീണ്ടാലും പ്രശ്നമില്ല. അത് ദിവസങ്ങളോളം നീണ്ടോട്ടെ, ഇനിയും നീണ്ടോട്ടെ. അതുകൊണ്ടെന്താ പ്രശ്നം? അതിനി കൂടുതൽ വീതി കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ വെള്ളം സുഖമായിട്ട് ഒഴുകിപ്പോകണം. ആ വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സം നിന്നാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത് എത്ര ദിവസം സമരം നടന്നുള്ളതും പ്രശ്നമില്ല. അത് ആവശ്യമാണോ ആവശ്യമല്ലേ എന്നുള്ളതാണ്. കയർ മേഖലയ്ക്ക് ഇടത് സർക്കാർ അനുവദിച്ച തുകയും മുൻ സർക്കാർ അനുവദിച്ച തുകയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും മുഖ്യമന്ത്രി. കയർ മേഖലയെ സംബന്ധിച്ച് 2011 മുതൽ 16 വരെയുള്ള കാലയളവിൽ ആലപ്പുഴ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ സാക്ഷ്യം വഹിച്ച ജില്ലയാണ്. വൻപിച്ച ബഹുജന മുന്നേറ്റമായിട്ടാണ് അത് മാറിയിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഫലപ്രദമായ ഇടപെടലാണ് 2016 ശേഷം LDF സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. നവകേരള യാത്ര 11ാമത്തെ ജില്ലയായ ആലപ്പുഴയിൽ പര്യടനം തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കുട്ടനാട്ടിലും ഹരിപ്പാടുമാണ് സദസ്. 24 ആലപ്പുഴ. കൊല്ലത്ത് നവകേരള സദസ്സിന് വേദിയായി നിശ്ചയിച്ച ചക്കുവള്ളി ക്ഷേത്ര മൈതാനം പുറമ്പോക്ക് ഭൂമിയെന്ന് സർക്കാർ. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ക്ഷേത്ര മൈതാനം വേദിയാക്കുന്നതിനെതിരായ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണുള്ളത്. ഈ പശ്ചാത്തലത്തിൽ ഈ സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ അത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കുന്നത്. വിനീത VG വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, സർക്കാർ എന്താണ് പറയുന്നത്? വിനീത. റിജിത്ത്, ഈ മറുപടി സത്യവാങ്മൂലത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ കോടതിയെ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ പരിപാടി നടക്കുന്ന ഇടം അത് പുറമ്പോക്ക് ഭൂമി എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പരിപാടി നടക്കുന്ന സ്ഥലത്തിന്റെ രൂപരേഖയടക്കം സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്ര മൈതാനം ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണെന്നും ഹർജിക്കാർ അറിയിച്ചിട്ടുണ്ട്. ഈ ദേവസ്വം വസ്തുവകകൾ അത് ദേവന്റേതാണ്. ഈ സ്കൂളിന് പ്രവർത്തനാനുമതി മാത്രമേ ഉള്ളൂവെന്നും ഈ ഹർജിയിൽ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ക്ഷേത്ര പരിസരം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സ്കൂൾ അധികൃതർക്ക് അധികാരമില്ലെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിനും അനുമതി നൽകാനാകില്ലെന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട്. നവകേരള സദസ്സിന്റെ പരിപാടി മുഴുവനും നടക്കുന്നത് ക്ഷേത്ര പരിസരത്താണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പരിപാടി നടക്കുന്ന സ്ഥലം ക്ഷേത്രത്തിന്റെ പടനിലയമെന്നാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ദീപാരാധന സമയത്താണ് പരിപാടി വെച്ചിരിക്കുന്നതെന്നും ഹർജിക്കാർ ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ പരിപാടി നടക്കുന്ന ഇടം അത് പുറമ്പോക്ക് ഭൂമിയാണെന്നും നിലവിൽ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണെന്നും സർക്കാർ കോടതി അറിയിച്ചിരിക്കുകയാണ്. ഈ ഹർജി ഉച്ച കഴിഞ്ഞ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ശരി, വിനീത VG കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രഭാത നടത്തത്തിനിടെ വിശേഷം തിരക്കിയ മന്ത്രിയോട് 3 മാസത്തെ ശമ്പളം കിട്ടാത്തതിന് വിഷമം പറഞ്ഞ് ഹരിതകർമ്മ സേനാംഗങ്ങൾ. ആലപ്പുഴ ബീച്ചിലെ ശുചീകരണ തൊഴിലാളികളാണ് മന്ത്രി MB രാജേഷിന് മുന്നിൽ പ്രശ്നം അവതരിപ്പിച്ചത്. കളക്ടറോട് സംസാരിച്ച പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. 24 എക്സ്ക്ലൂസീവ്. രാവിലെ 7 മണിയോടെ ആലപ്പുഴ ബീച്ചിൽ പ്രഭാത നടത്തത്തിനിറങ്ങിയതാണ് മന്ത്രി. ബീച്ചിലെ മാലിന്യങ്ങൾ നീക്കുന്ന ശുചീകരണ തൊഴിലാളികളെ കണ്ടതോടെ വിശേഷം തിരക്കി മന്ത്രി അടുത്തേക്ക് ചെന്നു. അതോടെ 3 മാസത്തെ ശമ്പള കുടിശ്ശികയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാമോ എന്നായിരുന്നു മന്ത്രിയോട് തൊഴിലാളികൾക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. ജില്ലാ കളക്ടറോട് സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പു നൽകി മന്ത്രി കളം കാലിയാക്കി. സാധാരണഗതിയിൽ കുടുംബശ്രീ PTPCക്ക് വേണ്ടി ചെയ്യുമ്പോൾ PTPC ആയിരിക്കല്ലോ തരേണ്ടി വരും. ചോദിക്കട്ടെ കളക്ടറോട് നിന്ന് കേട്ടോ. പരിഹാരമുണ്ടാകുമോ എന്ന് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ മന്ത്രി തയ്യാറായില്ല. നമുക്ക് ഈ 6 മാസത്തെ ഫണ്ട് വരുമ്പോൾ നമുക്ക് ഈ പെൻഡിങ് വരുന്ന പൈസ 3 മാസത്തെ പൈസ കഴിഞ്ഞാൽ പിന്നെ 3 മാസത്തെ പൈസ ഉള്ളൂ. വീണ്ടും ഞങ്ങൾ ഇതിന് വേണ്ടി വെക്കുക. അതായത് ഞങ്ങൾക്ക് 6 മാസത്തെ ഫണ്ട് 1 വർഷത്തേതാക്കി ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്ക് മുമ്പ് അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. അതിന് വിഷയം ഉണ്ടാകണം. ബീച്ചിലും പുന്നമടയിലും ശുചീകരണം നടത്തുന്ന 54 തൊഴിലാളികളാണ് 3 മാസമായി ശമ്പളമില്ലാതെ ദുരിതത്തിൽ കഴിയുന്നത്. ഇവരിൽ 10 പേർ വിധവകളാണ്. പലരുടെയും കുടുംബങ്ങളിൽ ഏക വരുമാനം ഇതാണ്. രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ജോലി. ബീച്ച് വൃത്തിയായി കിടക്കുന്നതിനു പിന്നിൽ ഈ സ്ത്രീകളുടെ അധ്വാനമുണ്ട്. 450 രൂപയാണ് ഇവർക്ക് ഒരു ദിവസത്തെ വേതനം. അത് നിശ്ചയിച്ചത് 7 വർഷം മുമ്പാണ്. ഉള്ളതെങ്കിലും കൃത്യമായി കിട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം. മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ.
നമുക്കറിയാം വാഗേരിയിലെ നരഭോജിക്കടുവയെ പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പ് തുടരുകയാണ്. ദൗത്യസംഘം അതിൻ്റെ ശ്രമം തുടരുകയാണ്. അതിനിടയിൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത വയനാട് കല്ലൂർ കുന്നിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു എന്നുള്ളതാണ്. യുവാവിനെ കടുവ കൊന്ന കൂടല്ലൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശമുള്ളത്. സമീപത്തെ വയലിലും കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. വനംവകുപ്പ് പരിശോധന നടത്തി. അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് പങ്കുവയ്ക്കുകയും ചെയ്യാം. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും ഇന്നലെ ആലപ്പുഴയിലെത്തിയത് ജലമാർഗമാണ്. പ്രത്യേകമൊരുക്കിയ ബോട്ടിലായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര. നവകേരള ബസ്സും സുരക്ഷാ വാഹനവും ജങ്കാറിൽ എത്തിച്ചു. കൊച്ചിയിൽ ജലമെട്രോ യാത്ര ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നപ്പോൾ അത് ജങ്കാറിലായി. ഇന്നലെ വൈകിട്ട് വൈക്കം ഫെറിയിൽ നിന്ന് കായൽ സൗന്ദര്യം നുകർന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെട്ട സംഘം ആലപ്പുഴ തവണക്കടവിലെത്തിയത്. മിനിറ്റായിരുന്നു യാത്ര. സുരക്ഷയൊരുക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ബോട്ടിലുണ്ടായിരുന്നു. യാത്രയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ജലപാതയിൽ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ബോട്ടിൽ നിന്നിറങ്ങിയ മുഖ്യമന്ത്രിയെ കരയിൽ തടിച്ചുകൂടിയവർ ആവേശത്തോടെ സ്വീകരിച്ചു. അണികളെ അഭിവാദ്യം ചെയ്ത് മുഖ്യമന്ത്രി അടുത്ത വേദിയിലേക്ക്. 24 ആലപ്പുഴ. നവകേരള സദസ്സിന് വേണ്ടിയുള്ള ഈ മതിൽ പൊളിക്കൽ അതൊക്കെ വലിയ വിവാദമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നിൽക്കുന്നതാണ്. പാലക്കാട് നവകേരള സദസ്സിന് വേദിയൊരുക്കുന്നതിനായി പൊളിച്ചുമാറ്റിയ സ്കൂൾ മതിൽ 10 ദിവസം കഴിഞ്ഞിട്ടും പുനർനിർമ്മിച്ചിട്ടില്ല. ഉടൻ നിർമ്മിക്കുമെന്ന് സ്ഥലം MLA നൽകിയ ഉറപ്പ് പാഴ്വാക്കായി എന്ന വിമർശനമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. സ്കൂളിന്റെ പേരെഴുതിയ കമാനവും മാറ്റിയിരുന്നു. ഇതും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഡിസംബർ 3 നെന്മാറ മണ്ഡലത്തിൽ സംഘടിപ്പിക്കപ്പെട്ട നവകേരള സദസ്സിനു വേണ്ടി വേദി നിശ്ചയിച്ചിരുന്നത് നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇടുങ്ങിയ വഴിയായതിനാൽ വേദി ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും സദസ്സിൽ പങ്കെടുക്കുന്നവർക്ക് സുഗമമായി കടന്നുവരാനുമാണ് സ്കൂളിന്റെ മതിൽ പൊളിച്ച് വഴിയൊരുക്കിയത്. എന്നാൽ പരിപാടി കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇത് പഴയപടിയാക്കാത്തതിലാണ് രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും അമർഷം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിക്കുന്ന ബസ് കയറ്റുന്നതിന് വേണ്ടിയാണ് സ്കൂളിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്ന ഗേറ്റ് വരെ പൊളിച്ചു നിൽക്കുകയും ആളുകൾക്ക് വരാൻ എന്ന രീതിയിൽ പുറകുവശത്തുള്ള മതിലൊക്കെ പൊളിച്ചു മാറ്റിയത്. MLA ഇവിടുത്തെ ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർക്ക് കൊടുത്ത വാക്ക് എന്ന് പറയുന്നത് സദസ്സ് കഴിഞ്ഞാൽ ഉടനെ അത് പണി പുനർനിർമ്മിച്ച് തരും, പൂർത്തീകരിച്ച് തരുമെന്നാണ്. എന്നാൽ 3-ാം തീയതി സദസ്സ് കഴിഞ്ഞ് ഇന്ന് 14-ാം തീയതി ആയിട്ട് പോലും നാളിതുവരെയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. പൊളിച്ചു മാറ്റിയ മതിൽ ഉടൻ നിർമ്മിച്ചു നൽകുമെന്നാണ് സംഘാടക സമിതി സ്കൂൾ PTA പ്രസിഡന്റിനെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സ്കൂളിന്റെ പേരെഴുതിയ കമാനവും പരിപാടിയുടെ ആവശ്യാർത്ഥം എടുത്തുമാറ്റിയിരുന്നു. പരിപാടി കഴിഞ്ഞു, സംഘാടകർ മടങ്ങി. ഒടുവിൽ പൊളിച്ച മതിലും തകർന്ന കമാനവും മാത്രം ബാക്കിയായി. എത്രയും വേഗം മതിൽ പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം നെന്മാറയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. വയനാട് കല്ലൂർ കുന്നിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നു. കടുവ യുവാവിനെ കൊന്ന കൂടല്ലൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് പ്രദേശമുള്ളത്. സമീപത്തെ വയലിലും കാൽപ്പാടുകളുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, വിവരങ്ങൾ എന്താണ് സുർജിത്ത്? റീജിത്ത്, ഞാനിപ്പോൾ ഉള്ളത് കല്ലൂർക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ കല്ലൂർക്കുന്ന് എന്ന് പറയുന്നത് വാഗേരിയിൽ നിന്ന്, അതായത് ഈ സംഭവം ഉണ്ടായിട്ടുള്ള യുവാവിൻ്റെ മരണം നടന്ന കൂടല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ദൂരം 5 കിലോമീറ്ററാണ്, റോഡ് മാർഗമുള്ള ദൂരം. അതിനടുത്തുള്ള ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സാബു എന്ന് പേരുള്ള ആളുടെ വീട്ടിലാണ്. ആ വീടിൻ്റെ സൈഡിൽ ഞാറ്റാടി എന്ന് പറയുന്ന പ്രദേശമാണ്. ആ പ്രദേശത്ത് ആ വീടിൻ്റെ അരികിലായി ഈ പാട്, ഇത് ഒറ്റപ്പാടല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത പറമ്പിലും ഈ പാടുണ്ട്. മാത്രമല്ല തൊട്ടടുത്തുള്ള വയലിലും സമാനമായ രീതിയിൽ തന്നെ ഈ കടുവയുടെ കാൽപ്പാടുകൾ, കടുവ എന്നുള്ള തരത്തിൽ തന്നെയാണ് ആളുകൾ പറയുന്നത്. വനംവകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കേണ്ടത്. എന്തായാലും ഇത്തരത്തിലുള്ള പാടുകൾ ഈ മേഖലയിൽ ധാരാളമായി കാണുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം എല്ലാം പരിശോധിക്കുന്നുണ്ട് നാട്ടുകാർ. എന്തായാലും ഈ സംഭവം വലിയ രീതിയിലുള്ള ആശങ്ക ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി, ഇന്ന് പകലാണ് ഇത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇന്ന് പകലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായി എന്നുള്ള തരത്തിൽ, അതായത് കടുവ ഈ വഴി കടന്നു പോയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം ലഭ്യമാകുന്നത്. എന്തായാലും കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ട് എന്ന് തന്നെയാണ് വനംവകുപ്പും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കാര്യമായ രീതിയിലുള്ള പരിശോധന എല്ലാം തന്നെ നടക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. ഈ സാബു എന്ന് പറയുന്ന വീടിന്റെ ഗൃഹനാഥനായിട്ടുള്ള ആൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് രാവിലെ 10 മണിക്കാണ് അത് കാണുന്നത്. ഇത് രാത്രി ഏത് സമയത്താണ് വന്നു പോയെന്ന് നമുക്കറിയില്ല.
രാവിലെ 10 മണിയായപ്പോഴാണ് ഇത് കാണുന്നത്. ഈ പ്രദേശത്ത് നിരന്തരമായി കടുവയുടെ ഒരു ശല്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഇവിടെ ഒരു 4-5 കടുവയോളം വന്ന് കുറച്ച് കാലം ഇവിടെ നിന്നായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു കൂട് വെച്ചിട്ട് അതിനകത്ത് കടുവ കുഞ്ഞാണ് കൂട്ടിക്കയറിയ. അതിനെ വീണ്ടും ഇവിടെ കുങ്കിയാനേനെ കൊണ്ടുവന്ന് തുറന്നു വിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജനങ്ങളാകെ ഭീതിയിലാണ്. ഈ ഭീതി അകത്താൻ വേണ്ടി എത്രയും വേഗം ഒരു നടപടി സ്വീകരിച്ചു തരണമെന്നാണ് നാട്ടുകാരൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വയലിലും കണ്ടല്ലേ, എന്തൊക്കെയാണ്? വയലിലുണ്ട്. വയലിൽ ഈ അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഗാന്ധിനഗർ 90, അത് കഴിഞ്ഞ് ഒരു കിലോമീറ്റർ ഇപ്പുറത്താണ് വയലിൽ കൂടി വന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അവിടെ തൂറിയിട്ടിട്ടുണ്ട് വയലിൽ. അവിടെ വയലിൽ ഫുൾ കാൽപ്പാടുണ്ട്. അതിലെങ്ങനെ വന്ന് തോടുണ്ട്, ചെറിയ തോട് കടന്ന് ഇക്കരെ കടന്നിട്ടാണ് ഇതിലെ വന്നിട്ടുള്ളത്. റൂട്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ? ഇതിപ്പോൾ നോക്കി നമ്മൾ മനസ്സിലാകുന്നത് ഗാന്ധിനഗർ വഴി തന്നെ ഇത് കടന്നു വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം അവർ ആൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് തെരച്ചിൽ നടത്തിയ സ്ഥലമുണ്ടല്ലോ ഇതിനെ പിടിച്ചെടുക്കുന്നത്, അവയിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. ആ വയലിലെല്ലാം ഉണ്ട്. ഇതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നു പോയി എന്നാണ് തോന്നുന്നത്. ഫോറസ്റ്റുകാർ വന്നത് കടുവയാണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പറഞ്ഞോ നിങ്ങൾ? കടുവയാണെന്ന് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരളന്നൊക്കെ നോക്കി പോയിട്ടുണ്ട്. അപ്പോൾ വയലിൽ തൂറിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ അവർ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ മേഖലയിലൊക്കെ ഈ പാടുകളുണ്ട്. ആ മേഖലയിലൊക്കെ പാടുകളുണ്ട്. ഇത് നേരെ എങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലൂർക്കുന്നലോട്ട് തന്നെ ഇതിൽ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റും കടുവയ്ക്ക്. ഇതിൻ്റെ അക്കരയ്ക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്റ്റേറ്റാണ്, വീരേന്ദ്രകുമാറിൻ്റെ എസ്റ്റേറ്റും അവിടെ അതിൻ്റെ അപ്പുറത്തല്ല ഈ പ്രദേശം ഫുൾ എസ്റ്റേറ്റാണ്. ഇവിടെ നിന്ന് അക്കരയ്ക്ക് കടന്നിട്ട് കടുവ കടന്നിട്ടുണ്ടെങ്കിൽ എസ്റ്റേറ്റിലോട്ടായിരിക്കും. പിന്നെ ഇത് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നത് തോന്നുന്നു. ഇവിടെ ഫുള്ള് ഈ പ്രദേശം അങ്ങോട്ട് കടന്നാൽ പിന്നെ ഫുൾ എസ്റ്റേറ്റുകളാണുള്ളത്. എന്തായാലും ഈ ആശങ്ക തന്നെയാണ് ഈ ആളുകൾ പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് ഈ നേരത്തെ 90 ഏക്കർ എന്ന് പറയുന്ന പ്രദേശത്ത് കടുവ എത്തി എന്നുള്ള അഭ്യൂഹത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള തിരച്ചിൽ വനംവകുപ്പ് നടത്തിയിരുന്നു. ഇന്ന് ഈ പരിസര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സംഭവം നടന്നിട്ടുള്ള, അതായത് യുവാവിൻ്റെ മരണം നടന്ന ആ പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത് എല്ലാം തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞ് ഡോക്ടർ അരുൺ സക്കറിയയുടെ അതോടൊപ്പം തന്നെ ഡോക്ടർ അജേഷ് മോഹൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഇവിടെ അതോടൊപ്പം തന്നെ നോർത്തേൺ ACF ദീപ KS-ഉം DFO ഷജന കരീമും ഇവിടെയുണ്ട്. അവരുടെ എല്ലാം തന്നെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനിടയിലാണ് ഈ ഒരു സംഭവം കല്ലൂർക്കുന്ന് ഞാറ്റാടി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും കാൽപ്പാടുകളുണ്ട്, ഒരു കാൽപ്പാടല്ല. ഇത് കടന്നു പോയ വഴി കൃത്യമായി ഇവിടുന്ന് അങ്ങോട്ട് കൃത്യമായ രീതിയിൽ തന്നെ കാൽപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശങ്കയുണ്ട് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച്. കടുവയുടെ സാന്നിധ്യം വിവരങ്ങൾ നൽകുകയായിരുന്നു. വലിയ ആശങ്കയിലാണ് ആ പ്രദേശത്തുള്ളവർ കഴിയുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് 3 സംഘങ്ങളായി തിരിഞ്ഞുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് കല്ലൂർ കുന്നിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി നോക്കാം ശബരിമല വാർത്തകൾ. ശബരിമലയിൽ വാരാന്ത്യ തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കി ദേവസ്വം ബോർഡ്. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ശബരിമലയിലെ തിരക്ക് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് DGPക്ക് പരാതി നൽകി. ശബരിമല വരുമാനത്തിൽ വലിയ ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശനി ഞായർ ദിവസങ്ങളിൽ തീർത്ഥാടക തിരക്ക് ക്രമാതീതമായി ഉയരുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ കൂടുതൽ ക്രമീകരണങ്ങൾ പോലീസിന്റെ കൂടി സഹായത്തോടെ ഒരുക്കിയത്. തിരക്ക് സംബന്ധിച്ച് സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഇന്ന് തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. തിരക്ക് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് DGPക്ക് പരാതി നൽകി. തീർത്ഥാടന കാലം ആരംഭിച്ച് 28 ദിവസം പിന്നിടുമ്പോൾ ശബരിമല വരുമാനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 20 കോടി രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. 28 ദിവസം പൂർത്തിയായപ്പോൾ കഴിഞ്ഞ ഇപ്രാവശ്യം 134 കോടി 44 ലക്ഷത്തി 90,495 495 ഈ വർഷത്തെ നമ്മുടെ ആകെ വരുമാനം. 20 കോടിയിൽ സംതിങ്ങിന്റെ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. വരും ദിവസങ്ങളിൽ വരുമാനത്തിൽ വർധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 24 സന്നിധാനം. ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ പ്രവേശിച്ചു. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ BJP പ്രവർത്തകർ ട്രെയിനിന് വലിയ സ്വീകരണം നൽകി. ട്രെയിൻ വൈകിട്ട് കോട്ടയത്തെത്തും. ശബരിമല തീർത്ഥാടകരുടെ സൗകര്യം കണക്കിലെടുത്താണ് കേരളത്തിന് സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചത്. 15, 17, 22, 24 തീയതികളിലായി 4 ദിവസത്തെ സർവീസാണ് നടത്തുക. വെള്ളി ഞായർ ദിവസങ്ങളിൽ ചെന്നൈയിൽ നിന്ന് രാവിലെ 4:30 പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് 4:15 കോട്ടയത്തെത്തും. ശനി, തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ 4:40 കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് 5:15 ചെന്നൈയിലെത്തും.
പാലക്കാടെത്തിയ വന്ദേ ഭാരതിന് BJP പ്രവർത്തകർ സ്വീകരണം നൽകി. വളരെ ഭക്തിയോടുകൂടി വരുന്ന ആളുകൾക്ക് ഒരു വിധത്തിലുള്ള സംവിധാനങ്ങളും സംസ്ഥാന സർക്കാർ അവിടെ ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ള വളരെ വലിയ തോതിലുള്ള ഒരു വിഷമകരമായ അവസ്ഥയാണ് ഇന്നുള്ളത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ചെന്നൈയിൽ നിന്നും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കാനുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ശബരിമല തീർത്ഥാടകർക്കായി ആന്ധ്രയിലെ കച്ചേഗുഡയിൽ നിന്ന് കൊല്ലത്തേക്കും പ്രത്യേക ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 11:45 കച്ചേഗുഡയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 3-ാം ദിവസം കൊല്ലത്തെത്തും. ഡിസംബർ 18, 25, ജനുവരി 1, 8, 15 തീയതികളിലാണ് സർവീസ്. 24 പാലക്കാട്. കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ പാലാഴി നമുക്കൊപ്പം സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലുള്ള തിരക്ക്, ഭക്തർ ബുദ്ധിമുട്ടുന്ന സാഹചര്യമൊന്നും ഇപ്പോഴില്ല. സുഗമമായ ദർശനം നടത്താൻ തീർത്ഥാടകർക്ക് കഴിയുന്നുണ്ട്. ഈ വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തു വന്നപ്പോൾ അതെങ്ങനെയാണ് അശ്വിൻ? അരിജിത്ത്, തിരക്ക് വളരെ കുറവാണ്. ഇന്ന് സ്വാഭാവികമായി വെള്ളിയാഴ്ചകളിൽ ഉണ്ടാകേണ്ട തിരക്ക് ഇതുവരെ സന്നിധാനത്തേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ അത് വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. എന്തായാലും ശനി ഞായർ അവധി ദിവസങ്ങളാണ്. മലയാളികളാണ് കൂടുതലായും ഈ അവധി ദിവസങ്ങളിൽ എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പരീക്ഷാകാലം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തിരക്ക് ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. എന്തായാലും തിരക്ക് വർദ്ധിച്ചാൽ തന്നെ അത് നിയന്ത്രിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും പോലീസ് അടക്കം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് അല്പസമയം മുമ്പാണ് ഇതുവരെയുള്ള നടവരവ് കണക്കുകൾ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടത്. സാധാരണഗതിയിൽ തീർത്ഥാടന കാലത്തിന്റെ 10-ാം ദിവസം ഈ കണക്കുകൾ പരസ്യപ്പെടുത്തുന്നതാണ്. എന്നാൽ ഇത്തവണ അത് 28 ദിവസം വൈകിയാണ് കണക്കുകൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടന കാലത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ വൻ ഇടിവാണ് ഇത്തവണ ശബരിമലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ 154 കോടിയായിരുന്നു 28 ദിവസത്തെ ആകെ വരുമാനം. എന്നാൽ അത് ഇത്തവണ എത്തിയപ്പോൾ 20 കോടി കുറഞ്ഞ 134 കോടി രൂപയായി കുറഞ്ഞു എന്നുള്ളതാണ് വരുമാനത്തിലുണ്ടായ ഇടിവിനെ സൂചിപ്പിക്കുന്നത്. അപ്പം, അരവണ, ഒപ്പം കാണിക്ക എന്നീ കണക്കുകളിലെല്ലാം കോടികളുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും അതിന് കാരണമായി ദേവസ്വം ബോർഡ് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ 1.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇത്തവണ കുറവാണ് ശബരിമലയിൽ എത്തിയിരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് അത് വരുമാനത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം കഴിഞ്ഞ തവണ കൂടുതലായി കണ്ടത് ഒരു കോവിഡ് കാലത്തിനൊക്കെ ശേഷം അവർ സ്വരുക്കൂട്ടി വെച്ച പണം കൂട്ടത്തോടെ തീർത്ഥാടകർ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഒരുമിച്ച് ശബരിമലയിലേക്ക് നൽകി. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അത്ര കൂടുതൽ വരുമാനം ഉണ്ടായതെന്നും ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യമല്ല, അതുകൊണ്ട് 20 കോടിയുടെ കുറവുണ്ടായി എന്നുമുള്ള ഒരു വിശദീകരണമാണ് ദേവസ്വം ബോർഡ് നൽകുന്നത്. എന്തായാലും ഇന്നലത്തെ കണക്ക് മാത്രം നോക്കുമ്പോൾ അത് 16 കോടിയിലധികം ഒരു ദിവസത്തെ വരുമാനം വരുന്നുണ്ട്. അത് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. വരും ദിവസങ്ങളിലും വരുമാന വർധന ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടി ദേവസ്വം ബോർഡിനുണ്ട്. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. ശബരിമലയിൽ വാരാന്ത്യ തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. വലിയ തിരക്ക് ഒഴിവാക്കാനുള്ള നടപടികൾ, ജാഗ്രത, അതൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇനി കാലാവസ്ഥാ റിപ്പോർട്ടിലേക്കാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ്, സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. SFIയുടെ പ്രതിഷേധ മുന്നറിയിപ്പ് നിലനിൽക്കെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക്. ഡൽഹിയിൽ നിന്ന് കരിപ്പൂരിൽ വിമാനമിറങ്ങുന്ന ഗവർണർ നാളെ സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ തങ്ങും. ഗവർണർക്കെതിരെ SFI സർവകലാശാല ക്യാമ്പസിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചു. ചാൻസലർ ആരാ രാജാവോ RSS നേതാവോ, സർവകലാശാലകൾ ആരുടെയും തറവാട്ട് വകയല്ല എന്നിങ്ങനെ തുടങ്ങുന്നു SFI കാലിക്കറ്റ് സർവകലാശാലയിൽ പതിച്ച പോസ്റ്ററുകളിലെ വരികൾ. സർവകലാശാലയിലുടനീളം പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. ഗവർണർ എത്തുമ്പോൾ പ്രതിഷേധം കടുപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. കരിങ്കടി കാണിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ടെന്നും പ്രതിഷേധക്കാരെ ഗവർണർ വെല്ലുവിളിക്കുന്നത് നാലാംകിട പെരുമാറ്റമാണെന്നും മന്ത്രി MB രാജേഷ് വിമർശിച്ചു.
കരിങ്കൊടി കാണിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതിന് നമുക്കാർക്കും എതിർപ്പില്ല. ഞങ്ങൾ നവകേരള യാത്ര തുടങ്ങിയ ശേഷം എത്രയോ സ്ഥലത്ത് കരിങ്കൊടി കാണിച്ചു. എവിടെയെങ്കിലും വണ്ടി നിർത്തി മുഖ്യമന്ത്രി കാറിൽ നിന്നിറങ്ങി അല്ലെങ്കിൽ മന്ത്രിമാരാരെങ്കിലും കാറിൽ നിന്നിറങ്ങി ഗവർണർ ചെയ്തതുപോലെ ഒരു നാലാംകിട പെരുമാറ്റം ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായോ? പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ട് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാല VIP ഗസ്റ്റ് ഹൗസിൽ നിയന്ത്രണം ഘടിപ്പിച്ചു. ഗവർണർക്കും പേഴ്സണൽ സ്റ്റാഫിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമല്ലാതെ ഈ ദിവസങ്ങളിൽ മറ്റാർക്കും താമസിക്കാൻ മുറി നൽകില്ല. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോലീസ് കരുതൽ തടങ്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. 24 തിരൂർ. മലപ്പുറം ജില്ലയിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തുന്ന മിന്നൽ പണിമുടക്ക് തുടരുകയാണ്. പരപ്പനങ്ങാടി മലപ്പുറം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ജീവനക്കാരനെതിരെ പോക്സോ കേസ് ചുമത്തിയതിൽ പ്രതിഷേധിച്ചാണ് സമരം. പലയിടങ്ങളിലും സ്വകാര്യ ബസ്സുകൾ പിടിച്ചെടുത്ത് പോലീസ് സമാന്തര സർവീസ് നടത്തി. രാവിലെ 6 മണി മുതലാണ് സ്വകാര്യ ബസ് തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. മുന്നറിയിപ്പുകളില്ലാതെ സമരം തുടങ്ങിയതോടെ യാത്രക്കാർ വലഞ്ഞു. ബസ് ഉടമകൾ പോലും സമരവിവരമറിയാൻ വൈകി. പരീക്ഷയ്ക്കെത്തേണ്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആശങ്കയിലായതോടെ പോലീസ് തന്നെ സഹായത്തിനെത്തി. തിരൂരിൽ നിരവധി സ്വകാര്യ ബസ്സുകൾ പിടിച്ചെടുത്ത പോലീസ് സമാന്തര സർവീസ് നടത്തി. പോലീസ് വണ്ടി ഓടിച്ചാൽ എന്താ കുഴപ്പം? യാത്രക്കാർ ബുദ്ധിമുട്ടുന്നില്ലേ? അവരെ കൊണ്ടുപോണ്ടേ? അത്രേ ഉള്ളൂ. സ്വകാര്യ ബസ് തൊഴിലാളികളുടെ സമരം അംഗീകരിക്കാൻ കഴിയില്ലെന്നും സമരം നടത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ജില്ലാ കളക്ടർ VR വിനോദ് വ്യക്തമാക്കി. രാവിലെ പോലും ഒരു അറിയിപ്പും ഇല്ലായിരുന്നു. വളരെ പെട്ടെന്നാണ് സമരം ചെയ്തതായിട്ട് മനസ്സിലായത്. അപ്പോൾ ഇത്തരത്തിലുള്ള സമരം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ജില്ലയിൽ KSRTC അധിക സർവീസുകൾ നടത്തിയതോടെയാണ് യാത്രാ ക്ലേശത്തിന് പരിഹാരമായത്. 24 തിരൂർ. വയനാട് വാഗേരിയിൽ കടുവാപ്പേടിയാണെങ്കിൽ പാലക്കാട് ധോണിയിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് പുലിയുടെ സാന്നിധ്യമാണ്. ചേറ്റിൽ വെട്ടിയ ഭഗവതി ക്ഷേത്രത്തിന് സമീപം പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. സമീപത്തെ വീട്ടിലെ വളർത്തുനായയെ പുലി ആക്രമിച്ചു. പുലർച്ചെ 4 മണിയോടെ ചേറ്റിൽ വെട്ടിയ ഭഗവതി ക്ഷേത്രത്തിന് സമീപം ജനവാസ മേഖലയിലാണ് പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. പുലർച്ചെ നായയുടെ അസാധാരണമായ കുരകേട്ടെന്നും പിന്നീട് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെന്നും നാട്ടുകാർ പറയുന്നു. നായൻ്റെ സൗണ്ടും പിന്നെ ഇങ്ങനെയുള്ള പടച്ചലും ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് ഞാനപ്പോൾ പുറത്തിറങ്ങിയില്ല. രാവിലെ എഴുന്നേറ്റ് എന്താ ഈ സൗണ്ട് കേട്ടവിടെ നായനെ കാണാനുമില്ല. അപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഈ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഇവിടെ 2 കാൽപ്പാട് കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ RRT വിളിച്ച് കയറ്റി. RRT വന്ന് നോക്കിയപ്പോൾ പുലിയുടെ കാണുന്നത് അവർ സ്ഥിരീകരിച്ചു. പിന്നെ ആ നായനെ ഈ പുലി വന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോയ പാടും ഈ ഭാഗത്തുണ്ട്. പ്രദേശത്ത് മാനുകൾ ഇറങ്ങുന്നത് മൂലം പുലിയെത്താനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ RRT സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ കാൽപ്പാടുകൾ പുലിയുടേതെന്ന് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് രാത്രികാല പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. കാട്ടാനശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ധോണി നിവാസികൾക്ക് ഇനി പുലിപ്പേടി കൂടി. 24 പാലക്കാട്. മലപ്പുറം മഞ്ചേരി പുല്ലാരയിൽ ഭാര്യാപിതാവിനെ യുവാവ് കുത്തിക്കൊന്നു. പുല്ലാര സ്വദേശി അയ്യപ്പനാണ് മരിച്ചത്. പ്രതി പ്രിനോഷിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രിനോഷ് നിരന്തരമായി വീട്ടിൽ പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇന്നലെ രാത്രിയിൽ പ്രിനോഷ് മകനുമായി തർക്കമുണ്ടായപ്പോൾ അയ്യപ്പൻ ഇടപെടുകയായിരുന്നു. അതിനിടെ കത്തി ഉപയോഗിച്ച് അയ്യപ്പനെ കുത്തി. വയറിനും തലക്കും ഗുരുതരമായി പരിക്കേറ്റ അയ്യപ്പനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഭാര്യനെ കുത്തി. ഭാര്യന്റെ അച്ഛന് ഇത് ചെന്ന് ഒരു തൊട്ട വീടാണ് ഭാര്യന്റെ അച്ഛൻ താമസിക്കുന്നത്. അപ്പൊ അവിടേക്ക് ഇത് ശബ്ദം കേട്ടിട്ട് ഓടി ചെന്നപ്പോഴേക്ക് പോയി ഇറങ്ങി വന്നിട്ട് മുറ്റത്തിട്ട് കുത്തി. വഴക്കിനിടെ പരിക്കേറ്റ അയ്യപ്പന്റെ മകൾ രജനിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ മഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പോലീസ് പിടികൂടി. 24 മലപ്പുറം. തമിഴ്നാട്ടിൽ വിവിധ ജില്ലകളിൽ അടുത്ത 3 ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ ശക്തമായ മഴ പെയ്യും എന്നാണ് മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. 10 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും 11 ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമുണ്ട്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. മനേഷ്, മുന്നറിയിപ്പ് എങ്ങനെയാണ്? റിജിത്ത്, അടുത്ത 3 ദിവസത്തേക്ക് 16, 17, 18, 19 4 ദിവസത്തേക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ 2 ദിവസങ്ങൾ കുറച്ച് പ്രശ്നം തന്നെയാണ്. അതുപോലെ ഏറ്റവും പ്രധാനം 17-ാം തീയതിയാണ്. 17-ാം തീയതി ഇപ്പോൾ 10 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. ഇത് പ്രധാനമായും തീരദേശ മേഖലകളാണ്. ചെന്നൈ ഉൾപ്പെട്ട മേഖലകളിലേക്ക് കാര്യമായ അലർട്ടില്ല. പക്ഷേ രാമനാഥപുരം, കടലൂർ തുടങ്ങിയ മേഖലകൾ, നാഗപട്ടണം, മയിലാടുതുറൈ, അങ്ങനെ ആ ഒരു ബെൽറ്റ് മുഴുവനായും തീരദേശ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ
പറയുന്നത്. ഇപ്പോൾ 16-ാം തീയതി നാളെയാണെങ്കിൽ നാളെ ഇപ്പോൾ 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്, 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ 18-ാം തീയതി ആണെങ്കിൽ 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. 19-ന് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളും 16-ഉം 17-ഉം തീരദേശ മേഖലകൾ, പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ രാമനാഥപുരം, കടലൂർ, അതുപോലെ നാഗപട്ടണം തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടുന്ന ജില്ലകളിൽ കാര്യമായ അർത്ഥത്തിലുള്ള 10 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ചെന്നൈയിൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമുണ്ട്. പക്ഷേ ഇവിടെ മിതമായ മഴയായിരിക്കും, വലിയ ശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ഇപ്പോഴും പലയിടങ്ങളിലും വെള്ളക്കെട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ചെന്നൈയിലുണ്ട്. അത് ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട് തുടങ്ങിയ ജില്ലകൾക്കൊന്നും തന്നെ കാര്യമായ അലേർട്ട് ഈ ഒരു തവണ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് മുഴുവൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അലേർട്ടുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇത് മുഴുവൻ ഇപ്പോൾ വന്നിരിക്കുന്നത് കാഞ്ചീപുരം, നാഗപട്ടണം, ആ മേഖല, മയിലാടുതുറൈ തുടങ്ങിയ ആ മേഖലകളിലേക്കാണ് അലേർട്ട് വന്നിരിക്കുന്നത്. എന്തായാലും വരുന്ന 4 ദിവസങ്ങളിൽ 2 ദിവസങ്ങൾ വലിയ തോതിൽ മഴ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ശരി, മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയിറക്കം. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് കൊടിയിറങ്ങുകയാണ്. സമാപന ചടങ്ങിൽ നടൻ പ്രകാശ് രാജ് മുഖ്യാതിഥിയാകും. ഇന്ത്യയിലെ ക്യൂബൻ സ്ഥാനപതി അലഖാൻദ്രോ സിമാൻകാസ് ചടങ്ങിൽ പങ്കെടുക്കും. വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധിയിലാണ് സമാപന സമ്മേളനം. 8 ദിവസം നീണ്ടുനിന്ന സിനിമയുടെ ഉത്സവത്തിന് ഇന്ന് സമാപനം. വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തോടെ മേളയ്ക്ക് തിരശ്ശീല വീഴും. സമാപന ചടങ്ങിൽ നടൻ പ്രകാശ് രാജ് മുഖ്യാതിഥിയാകും. ക്യൂബയിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട സംവിധായകരെ ആദരിക്കും. മികച്ച ചിത്രങ്ങൾക്കും സംവിധായകർക്കുമുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമർപ്പിക്കും. സുവർണ ചകോരം, രജത ചകോരം, മലയാളത്തിലെ മികച്ച നവാഗത സംവിധായകനുള്ള ഫിപ്രസി പുരസ്കാരം, മികച്ച ഏഷ്യൻ സിനിമയ്ക്കുള്ള നെറ്റ് പാക്ക്, KR മോഹനന് എൻഡോമെന്റ് തുടങ്ങി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡും ചടങ്ങിൽ നൽകും. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസിയും സ്പിരിറ്റ്സ് ഓഫ് സിനിമ അവാർഡ് നേടിയ വനൂരി കഹിയുവും ചടങ്ങിൽ പങ്കെടുക്കും. അവസാന ദിനമായ ഇന്ന് വിവിധ തിയേറ്ററുകളിലായി 15ഓളം സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. മലയാളത്തിൽ നിന്ന് വിഘ്നേഷ് പി ശശിധരന്റെ ഷഹറസാദ, പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ദായം, ശരത് കുമാറിന്റെ നീലമുടി, സേനൻ സഹോദരന്മാരുടെ ആനന്ദ് മൊണാലിസ, മരണവും കാത്ത് എന്നീ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി വിൻഡ് ഓഫ് റിതം എന്ന സംഗീത പരിപാടിയും അരങ്ങേറും. സുവർണ ചകോരം കരസ്ഥമാക്കിയ ചിത്രം സമാപന ചടങ്ങിന് ശേഷം പ്രദർശിപ്പിക്കും. 24 തിരുവനന്തപുരം. ഇനിയിപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. മലപ്പുറം നന്നമ്പ്ര പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ കൈക്കൂലി ആവശ്യപ്പെട്ട 2 ജീവനക്കാർ പിടിയിലായിരിക്കുന്നു. കെട്ടിട നമ്പർ നൽകാൻ കൈക്കൂലി ആവശ്യപ്പെട്ട പഞ്ചായത്ത് ഓവർസിയർ ജഫ്സൽ, ഡ്രൈവറായിട്ടുള്ള ഡിജിലേഷ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ചെറുമുക്ക് സ്വദേശിയായ ഷഹീർ ബാബുവിൻ്റെ പരാതിയിലാണ് നടപടി ഉണ്ടായത്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, വിജിലൻസിൻ്റെ നീക്കം ഏത് തരത്തിലായിരുന്നു? റിജിത്ത്, 12 മണിയോടുകൂടിയാണ് നന്നമ്പ്ര പഞ്ചായത്തിൽ വിജിലൻസിന്റെ റെയ്ഡ് ഉണ്ടായത്. ഈ വീട്ടു നമ്പർ നൽകുന്നതിനായി ജനൽ പൊളിക്കണം, അല്ലെങ്കിൽ കൈക്കൂലി നൽകണമെന്നാണ് ഈ ഓവർസിയറും അതുപോലെ തന്നെ ഡ്രൈവറും ചെറുമുക്ക് സ്വദേശിയായ ഷഹീർ ബാബുവിനോട് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷഹീർ ബാബു വിജിലൻസിൽ പരാതി നൽകുകയായിരുന്നു. ഈ വിജിലൻസിൽ പരാതി ലഭിച്ചതോടുകൂടി വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നന്നമ്പ്ര പഞ്ചായത്തിൽ റെയ്ഡ് നടത്തി. ഈ സമയത്താണ് ഡ്രൈവറെയും ഈ ഓവർസിയറെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇരുവരെയും പിടികൂടിയിട്ടുണ്ട്. തെളിവ് സഹിതമാണ് പിടികൂടിയിരിക്കുന്നത്. ഓവർസിയറായ കൊടിഞ്ഞി മങ്കടക്കുച്ചി സ്വദേശി ജഫ്സൽ, ഡ്രൈവർ പരപ്പനങ്ങാടി പ്രയാഗ് തിയേറ്ററിന് സമീപമാണ് ഈ ഡ്രൈവറുടെ വീട്. ഡിജിലേഷ്, പനയാങ്കര സ്വദേശി ഡിജിലേഷ് എന്നിവരെയാണ് വിജിലൻസ് സംഘം പിടികൂടിയിരിക്കുന്നത്. ഇരുവരെയും കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ അല്പസമയത്തിനകം ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വീട്ടു നമ്പർ ലഭിക്കാൻ ജനൽ പൊളിക്കണം, അല്ലെങ്കിൽ കൈക്കൂലി നൽകണമെന്ന് ഡ്രൈവർ മുഖേന ഈ ഓവർസിയർ ഷഹീർ ബാബുവിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിന് പരാതി ലഭിച്ചത്. ഇല്ലെങ്കിൽ ജനൽ മാറ്റിയില്ലെങ്കിൽ പെർമിറ്റ് നൽകാനാവില്ലെന്ന് ഓവർസിയർ ശാഠ്യം പിടിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതേ തുടർന്നാണ് ഈ പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ച് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഡിവൈഎസ്പി ഫിറോഷ് എം ഷഫീറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ റെയ്ഡ് ഉണ്ടായത്. ഇരുവരെയും പിടികൂടി കോഴിക്കോട് വിജിലൻസ് കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. റീജിത്ത്. ശരി, അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. നേരത്തെ നമ്മളൊരു മലപ്പുറത്തു നിന്നുള്ള വാർത്ത, അത് കൈക്കൂലിക്കാരെ വിജിലൻസ് പൊക്കി എന്നുള്ള വാർത്ത. മലപ്പുറം നന്നമ്പ്ര പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ കൈക്കൂലി ആവശ്യപ്പെട്ട 2 ജീവനക്കാർ വിജിലൻസിന്റെ പിടിയിലായി എന്നുള്ള വാർത്ത പ്രേക്ഷകരെ അറിയിച്ചിരുന്നു.
ഒരുപാട് പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട്. ജലീൽ എന്ന പ്രേക്ഷകൻ പറയുന്നത്, പാവപ്പെട്ടവർ കടം വാങ്ങിയും ലോൺ എടുത്തും വീട് വെക്കുന്നു, അവരുടെ ചോര ഊറ്റുന്ന കൈക്കൂലിക്കാർക്ക് ഇങ്ങനെയുള്ള 8ൻ്റെ പണി കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. ആ ഒരു കമൻറ്റ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഇനി അടുത്ത റിപ്പോർട്ടിലേക്കാണ്. ഗസയിൽ ഹമാസിനെതിരായ യുദ്ധം മാസങ്ങൾ നീണ്ടുപോയേക്കുമെന്ന് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. ആക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്തണമെന്നും ജോ ബൈഡൻ ആവശ്യപ്പെട്ടു. ഇസ്രയേൽ സന്ദർശിക്കുന്ന അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ ഇന്ന് വെസ്റ്റ് ബാങ്കിലെത്തും. ഗസയിൽ പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുണ്ടെന്ന് UN മുന്നറിയിപ്പ് നൽകി. പ്രദേശത്ത് കനത്ത മഴയും വെള്ളക്കെട്ടും രൂക്ഷം. അഭയാർത്ഥി ക്യാമ്പുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിലാണ്. വൈദ്യുതി പൂർണ്ണമായും നിലച്ചു. ഭക്ഷണവും ശുദ്ധജലവും അവശ്യമരുന്നുകളും എത്തിക്കുന്നതിന് മഴ തടസ്സമായി. ഖാൻ യൂനിസിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പലസ്തീൻ പൗരന്മാർക്ക് പരിക്കേറ്റു. റഫേലും ജെൻ അഭയാർത്ഥി ക്യാമ്പിലും ബോംബാക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള അടിയന്തര സേവനങ്ങൾ എത്തിക്കുന്നതിന് തടസ്സം നേരിടുന്നതായി ദുരന്ത നിവാരണ സേന അറിയിച്ചു. യുദ്ധം രൂക്ഷമാകുമ്പോൾ ഇസ്രയേലിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ നഷ്ടമാകുമെന്ന് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ജയം ഉറപ്പിക്കും വരെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്റർനാഷണൽ ഡെസ്ക് 24. മാത്യു കുഴൽനാടൻ MLA എന്തൊക്കെ ജൽപ്പനങ്ങളാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കരിമണൽ ഖനന വിരുദ്ധ സമര സമിതി വൈസ് ചെയർമാൻ ബി ഭദ്രൻ പറയുന്നു. തീരദേശ പരിപാലന നിയമവും വനം വന്യജീവി നിയമങ്ങളുമൊക്കെ ലംഘിച്ചാണ് തോട്ടപ്പള്ളിയിൽ ഖനനം നടത്തുന്നത്. കുട്ടനാടിനെ തകർക്കുന്നതാണ് ഖനനം. നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് തോട്ടപ്പള്ളിയിൽ ചെയ്തിട്ടുള്ളതെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റാണെന്നും സമരസമിതി പറയുന്നു. ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി തീരദേശ ജനതയെ മുഴുവൻ, നാടിനെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കുഴൽനാടൻ എന്തോ ജൽപ്പനങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവാണ്, നിഗമനങ്ങളാണ്. ഇത് വളരെ വ്യക്തമായി ഇതിനകത്ത് പേര് പറഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയുന്നു. പിണറായി വിജയൻ്റെ പേര് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയൻ്റെ പേരും ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഇത് ഏവർക്കും പരിശോധിക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, എന്ത് ജൽപ്പനങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിയമലംഘനങ്ങളൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. CRZ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനം അവിടെ. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ ഖനനത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം നേരത്തെ നമ്മൾ കണ്ടു. അതിന് പിന്നാലെ സമരസമിതി വിമർശനം ഘടിപ്പിക്കുന്നു. എന്താണ് അവർ പറയുന്നത് മനീഷ്? ശ്രീജിത്ത്, മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിൽ എത്തിയിരിക്കുമ്പോൾ വിവാദ വിഷയമായിരിക്കുന്നത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ പറഞ്ഞത് ഈ കരിമണൽ ഖനനം CMRL കമ്പനിക്ക് വേണ്ടി ആണെന്നുള്ള ആരോപണമാണ്. ഒപ്പം തന്നെ നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഈ ഖനനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ തുടർച്ചയാണ്. ഈ മാസപ്പടിക്ക് പകരമായി CMRL ചെയ്ത സേവനമാണ് എന്നടക്കമുള്ള വലിയ ആരോപണം മാത്യു കുഴൽനാടൻ ഉന്നയിച്ചു. ഒപ്പം തന്നെ വിജിലൻസിൽ പരാതി കൊടുത്തു. വിജിലൻസിൽ പരാതി കൊടുത്തിട്ടും നടപടിയില്ല. ഇനി കോടതിയെ സമീപിക്കുക എന്ന നിലപാടാണ് ഇനി താൻ സ്വീകരിക്കുന്നെന്ന കാര്യമായിരുന്നു മാത്യു കുഴൽനാടൻ പറഞ്ഞത്. ഇതിന് മറുപടി എന്നോണമാണ് മുഖ്യമന്ത്രി ഇന്ന് മാത്യു കുഴൽനാടൻ ചില ജൽപ്പനങ്ങളാണ് നടത്തുന്നത്. ഈ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം അത് നിയമപരമായി തന്നെയാണെന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ ഒപ്പം തന്നെ മാത്യു കുഴൽനാടൻ പറയുന്ന കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ട്, മാത്യു കുഴൽനാടൻ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്ന് ആണ് നിലവിൽ കരിമണൽ ഖനന വിരുദ്ധ സമിതി പറയുന്നത്. ഇതിനെതിരെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ കൂടി അവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ നിലവിൽ നടക്കുന്ന തീരദേശ പരിപാലന നിയമവും കോസ്റ്റൽ സോൺ അതോറിറ്റിയും വനം വന്യജീവി നിയമങ്ങളും ഒക്കെ ലംഘിച്ചാണ് തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം നടക്കുന്നത്. കുട്ടനാടിനെ അടക്കം തകർക്കുന്ന ഒരു ഖനനമാണുള്ളത്. നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് തോട്ടപ്പള്ളിയിൽ ചെയ്തിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റാണ്. സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ ഈ നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിൽ നടക്കുമ്പോൾ സമാന്തരമായി തന്നെ തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിനെതിരെ സമരസമിതിയുടെ നേതൃത്വത്തിൽ തീരത്താകെ കുടുംബ സദസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ നവകേരള സദസ്സ് ഉള്ളത്. അതിന്റെ തീരദേശ മേഖലയിലൊക്കെ തന്നെ കുടുംബ സദസ്സുകൾ ഇതിനോടൊപ്പം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നവകേരളത്തിന് കരിമണൽ ഖനനം വേണ്ട, എത്രയും വേഗം ഖനനം അവസാനിപ്പിക്കുക എന്ന ഉറച്ച നിലപാടിലാണ് കരിമണൽ ഖനന വിരുദ്ധ സമിതി. ശ്രീജിത്ത്. ശരി, മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഹാദിയയെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലെ നടപടി ഹൈക്കോടതി അവസാനിപ്പിച്ചു. ഹാദിയ പുനർവിവാഹം ചെയ്ത് തിരുവനന്തപുരത്ത് താമസിക്കുന്നുവെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ആരും തടങ്കലിൽ പാർപ്പിച്ചതല്ല എന്ന ഹാദിയയുടെ മൊഴിയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മകളെ കാണാനില്ലെന്നും മലപ്പുറം സ്വദേശിയായ
സൈനബ അടക്കമുള്ളവർ മകളെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും ആരോപിച്ചാണ് പിതാവ് അശോകൻ ഹർജി നൽകിയിരുന്നത്. ലോകത്തിലെ മികച്ച 40 HR മാനേജർമാരുടെ പട്ടികയിൽ മലയാളിയും. ബംഗളൂരു ഇൻഫോസിസിൽ HR മാനേജരായ രശ്മി താര തോമസിനെയാണ് ബിസിനസ് വേൾഡ് മാഗസിൻ ആഗോളതലത്തിൽ മികച്ച HR മാനേജർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പത്തനംതിട്ട തിരുവല്ല കുമ്പനാട് സ്വദേശിയാണ്. 24 ഉൾപ്പെടുന്ന ഇൻസൈറ്റ് മീഡിയ സിറ്റി HR മാനേജർ രമ്യ ബിന്ദു തോമസ് സഹോദരിയാണ്. വയനാട് സീറ്റ് BJP ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് മുന്നണിയിൽ ചർച്ച നടന്നിട്ടില്ല എന്ന് ജനാധിപത്യ രാഷ്ട്രീയ സഭാ നേതാവ് CK ജാനു പറയുന്നു. സീറ്റ് ആവശ്യപ്പെടുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. കോഴ വാങ്ങിയെന്ന പ്രസീത അഴീക്കോടിന്റെ ആരോപണത്തോട് മറുപടി പറയാനില്ല എന്നും CK ജാനു പറഞ്ഞു. അതിനെക്കുറിച്ച് ചർച്ചയൊന്നും ഇതുവരെ അന്തിമമായിട്ടായിട്ടില്ല. അപ്പോൾ ആവുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനെക്കുറിച്ച് ഞങ്ങളുടെ JRP കൂടി തീരുമാനിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതൊക്കെ അതിന്റെ വഴിക്ക് പോയി. അതൊക്കെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത കൂടി പ്രേക്ഷകരെ സൂചിപ്പിക്കാം. അത് കാസർഗോഡ് സീതാംകോളിയിൽ നിന്നാണ്. മദ്യലഹരിയിൽ യുവാവിൻ്റെ പരാക്രമം ഉണ്ടായി എന്നുള്ളതാണ് ആ വാർത്തയുടെ ഉള്ളടക്കം. വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി ഇയാൾ അതിക്രമം കാണിക്കുകയായിരുന്നു. സീതാംകോളി സ്വദേശി വിനോദിനെയാണ് ഇപ്പോൾ കുമ്പള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പോലീസ് പിടികൂടിയപ്പോൾ യുവാവ് കൈഞ്ഞരമ്പ് മുറിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വഴിയെ പരിശോധിക്കാം. മറ്റൊരു പുതിയ വാർത്ത കൂടി ഇപ്പോൾ വരുന്നത് തിരുവനന്തപുരം പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് UDF വാർഡ് മെമ്പർമാർ ഉപരോധിക്കുന്നു എന്നുള്ളതാണ്. നവകേരള സദസ്സിന് സെക്രട്ടറി പണം നൽകി എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോഴവിടെ പ്രതിഷേധം നടക്കുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. കടുത്ത വേനലിലും ജലസമൃദ്ധമാണ് തൃശൂർ മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറ. വെള്ളം തടഞ്ഞു നിർത്താൻ ആധുനിക രീതിയിൽ ഷട്ടർ നിർമ്മിക്കുക കൂടി ചെയ്തതോടെ പ്രദേശവാസികളുടെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായിരിക്കുന്നു. പുത്തൂർ പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് വേനലിലും നിറഞ്ഞൊഴുകുന്ന മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറ. പാഴായിപ്പോകുന്ന വെള്ളം തടഞ്ഞു നിർത്തിയാൽ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്ന ആശയമാണ് തകർന്നു കിടന്ന ഷട്ടറുകൾ മാറ്റി സ്ഥാപിക്കാൻ കാരണമായത്. പഞ്ചായത്തിൽ നിന്ന് 4,55,000 രൂപ അനുവദിച്ചു. ഈ തുകയ്ക്ക് നല്ല രീതിയിൽ ഷട്ടർ പുനഃസ്ഥാപിക്കാനാകുമോ എന്ന സംശയത്തോടെ ചിറ സംരക്ഷണ സമിതി പ്രവർത്തകർ മുന്നോട്ട് വന്നു. കരാറുകാരനിൽ നിന്ന് ഉപകരാർ എടുത്ത ശേഷം നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചു. ചിറ സംരക്ഷണ സമിതി പ്രവർത്തകർ തന്നെ കഴിയും വിധം പണികൾ ഏറ്റെടുത്തു. ദിവസേന 10ഓളം പേർ വീതം മാറി മാറി ജോലി ചെയ്തു. നവംബർ 10 ആരംഭിച്ച ജോലി ഡിസംബർ 6 പൂർത്തിയായി. കൂട്ടായ്മയുടെ കഠിനാധ്വാനത്തിലൂടെ 15 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിച്ച ജോലി 5 ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കി. ഒരു റെഗുലേറ്റിംഗ് ഷട്ടർ ഉൾപ്പെടെ 3 ഷട്ടറുകളാണ് സ്ഥാപിച്ചത്. ഇതോടെ ചുള്ളിക്കാവ് ചിറ ജലസമൃദ്ധമായി. ഒപ്പം പുത്തൂർ പഞ്ചായത്തിലെ 5 വാർഡുകളിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിനും ശാശ്വത പരിഹാരം. കുറെ നാൾ പറ്റാതിരുന്ന ചിറ പുനഃസ്ഥാപിക്കുകയും പഞ്ചായത്ത് അതിന് വലിയ ഊർജം നൽകുകയും ചെയ്തു. 4 ലക്ഷം രൂപയായിരുന്നു ഈ പ്രോജക്റ്റ് വഴി പഞ്ചായത്ത് അനുവദിച്ചത്. 4 ലക്ഷം രൂപയ്ക്ക് 15 ലക്ഷം രൂപ പോലും ചെലവാക്കിയാൽ സാധിക്കാത്ത വിധം അത്രയും ഗംഭീരമായ ഷട്ടറുകളാണ് നമ്മളതിൽ പണിതീർത്തത്. ചിറ സംരക്ഷണ സമിതി പ്രവർത്തകരായ സോമൻ കാര്യാട്ട്, രാജേഷ് കാര്യാട്ട്, ജെയിംസ് വെണ്ണാട്ട് പറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. 24 തൃശൂർ. കേന്ദ്ര അവഗണനയ്ക്കെതിരായ സംയുക്ത സമരത്തെ പിന്തുണച്ച് PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം വാങ്ങിയെടുക്കാൻ സർവ്വകക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി 24നോട് പറഞ്ഞിരുന്നു. നേരത്തെ ആ പ്രതികരണം പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. CPIM-നൊപ്പം ഒരു സമരത്തിനും ഇല്ല എന്നായിരുന്നു VD സതീശൻ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഈ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശത്തിന് പിന്നാലെ ഒരുപാട് നമ്മൾ കണ്ടു. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത ഉറപ്പായും ഡെവലപ്പ് ചെയ്യും. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്താണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ ദീപക്?
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റീജിത്ത്, PK കുഞ്ഞാലിക്കുട്ടി 24-ന് അനുവദിച്ച വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഒരു സർവകക്ഷി നീക്കം ഇതിനായി വേണം. അതായത് കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം കേന്ദ്രം തന്നേ മതിയാകൂ, അത് തരേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി, അതായത് നേരത്തെ എൻ്റെ ചോദ്യം ഇതായിരുന്നു, അതായത് MP-മാർ, കോൺഗ്രസിൻ്റെ MP-മാർ, UDF-ന്റെ MP-മാർ ധനമന്ത്രിക്ക് നിവേദനം നൽകാൻ വേണ്ടി ഒപ്പിടുന്നില്ല എന്ന മുഖ്യമന്ത്രിയുടെ പരാതിയെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞത് കേരളത്തിന് അർഹമായതെല്ലാം ലഭ്യമാക്കാൻ അതിൽ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ. മാത്രവുമല്ല, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു വാചകം ഇങ്ങനെയായിരുന്നു, അതായത് ഭരിക്കുന്നത് എതിർ മുന്നണിയാണെന്ന് കരുതി കേരളത്തിന് കിട്ടാണ്ടത് കിട്ടാതിരുന്നാൽ കേരളത്തിലെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുക എന്നുള്ള രീതിയിലാണ്. സമരം എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഒരു യോജിച്ച നീക്കത്തിന്, അതായത് എല്ലാവരും ഒപ്പിട്ടുകൊണ്ട് ഓൾ പാർട്ടി എന്ന പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. അതായത് സർവകക്ഷി കൂട്ടായ്മയിൽ കേന്ദ്രത്തിന് നിന്നും കേരളത്തിൻ്റെ അവകാശങ്ങൾ എടുത്തു വാങ്ങണം എന്നുള്ളതായിരുന്നു. പക്ഷേ പ്രതിപക്ഷം ഇതിനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തുന്നു. പക്ഷേ മുഖ്യമന്ത്രി വളരെ കൃത്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ലീഗിനെ ഒപ്പം കൂട്ടുക, രാഷ്ട്രീയമായ ഏതെങ്കിലും രീതിയിലുള്ള മുന്നണി മാറ്റമല്ല ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും ഈ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞതിനെ, PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് സർക്കാർ മുൻകൈയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഇത് സമരം എന്നുള്ള നിലയിലേക്ക് ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. യോജിച്ചുള്ള സമരത്തിനില്ല എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ തള്ളുകയല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞത്, PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് നിയമസഭയിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാടാണ് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ വിവാദം ആകുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ കാര്യങ്ങൾ ഒരുമിച്ച് നേടിയെടുക്കണം എന്ന ഒരാശയമാണ് PK കുഞ്ഞാലിക്കുട്ടി 24-ന് നൽകിയ അഭിമുഖത്തിൽ മുന്നോട്ട് വെച്ചത്. അതിനെ സ്വാഗതം ചെയ്തു മുഖ്യമന്ത്രി. എന്നാൽ ആ സ്വാഗതം ചെയ്തതിനെ പ്രതിപക്ഷ നേതാവിന് എൻഡോസ് ചെയ്തില്ല എന്ന് പറയുന്നതായിരിക്കും കൃത്യമായ ശരി. കാരണം പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി ഈ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തു എന്നുള്ളതിനെ കൃത്യമായി ഒരു പോസിറ്റീവായുള്ള റെസ്പോൺസ് ആയിരുന്നില്ല പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടായത്. ഏതായാലും മുഖ്യമന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയും സർക്കാർ അത്തരത്തിൽ പ്രതിപക്ഷ കക്ഷികളുമായി ഒരു സർവകക്ഷി ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമെന്ന കൃത്യമായ സൂചന നൽകിയിരിക്കുകയും മാത്രമല്ല, കേരളത്തെ സ്നേഹിക്കുന്നവർക്ക് ഇത്തരമൊരു നിലപാട് എടുക്കാൻ കഴിയൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ എന്നാൽ പ്രതിപക്ഷ നേതാവ് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാടാണ് എടുത്തത്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് കുറേ നാളുകളായി തുടരുന്നതുമാണ്. മാത്രവുമല്ല, മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞു, തെറ്റിദ്ധാരണകൾ മാറ്റി തിരുത്താൻ VD സതീശൻ തയ്യാറാകണം എന്നുകൂടി പറഞ്ഞു. ഏതായാലും പ്രതിപക്ഷ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ തള്ളി എന്ന് പറയുന്നത് ശരിയല്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് കൃത്യമായൊരു വ്യക്തതയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ കൂട്ടായ ശ്രമം ഉണ്ടാകണമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. റിജിത്ത്. ശരി, ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് ആ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു. 1.5 മണിക്കൂർ ദൈർഘ്യത്തിലുള്ള നമ്മുടെ വാർത്തായാത്ര അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ സമയം പൂർത്തിയാവുന്നു. ഇനി